ഗ്രാമർ ഒന്ന് തറവായിരിക്കണം. അപ്പൊ അത് നമ്മളിപ്പോ ഈ PYQ ക്വസ്റ്റ്യൻസ് ചെയ്യുമ്പോൾ അത്തരത്തിലുള്ള ക്വസ്റ്റ്യൻസ് കൂടുതൽ ചെയ്യുമ്പോൾ നമുക്ക് ആ ഒരു ഗ്രാമർ ടോപ്പിക് കൂടുതൽ ഇൻട്രസ്റ്റിംഗ് ആയ രീതിയിൽ പഠിക്കാൻ പറ്റും. അപ്പം മറ്റുള്ള നമ്മള് ഗ്രാമർ പഠിക്കുമ്പോൾ നമുക്ക് എളുപ്പമാണ് തോന്നുമെങ്കിലും ക്വസ്റ്റ്യൻസ് കിട്ടുമ്പോഴാണ് കൂടുതലായിട്ട് നമ്മൾ ആ ഗ്രാമർ ടോപ്പിക് പഠിച്ചിട്ടുണ്ടോ എന്നുള്ളത് മനസ്സിലാവുള്ളൂ. അപ്പൊ ഇതില് ഓരോ കാറ്റഗറിയിലും വരുന്ന പൊതുവായിട്ടുള്ള മിസ്റ്റേക്കുകളാണ് പരിചയപ്പെടുത്തുന്നത്. 2 കോളത്തിലായിട്ടുണ്ടാവും. ആദ്യം തെറ്റ് നമ്മൾ വായിക്കും, പിന്നീട് അതിന്റെ ശരിയായ രൂപം ഡിസ്കസ് ചെയ്യും. ഓക്കെ, നമുക്ക് ക്ലാസ്സിലേക്ക് പോവാം. കോമൺ എറേഴ്സ് ആണ് ഡിസ്കസ് ചെയ്യുന്നത്. ഫസ്റ്റ്, വേർഡ്സിലുള്ള സാധാരണ വരുന്ന മിസ്റ്റേക്കുകളാണ്. ഇതിന്റെ ഒക്കെ പിന്നില് എന്തുകൊണ്ടാണ് തെറ്റ് എന്ന് പറയുമ്പോൾ ഇതിന്റെ ഒക്കെ പുറകില് ഗ്രാമർ റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളാണല്ലോ വരുന്നത്. ഇതിന്റെ ഒരു ലോജിക് ബേസിലല്ല, നമ്മളെപ്പോഴും ഗ്രാമാറ്റിക്കൽ റൂൾസ് വെച്ചിട്ടാണ് ഇതിന്റെ തെറ്റിനെ നമ്മൾ അവലോകനം ചെയ്യുന്നത്. അത് എന്തുകൊണ്ടാണ് അങ്ങനെ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ഗ്രാമർ ഒരു പരിധി വരെ ലോജിക്ക് ഇല്ലാത്തൊരു കാര്യമാണ്, അല്ലെ? ലോജിക്ക് ഇല്ലാത്തൊരു കാര്യമാണ് ഗ്രാമർ. നമ്മൾ പൊതുവെ പറയുന്നതാണ് ഐ എന്ന് പറയുമ്പോൾ, വ്യക്തിപരമായിട്ട് നോക്കുമ്പോൾ ഐ എന്ന് പറഞ്ഞാൽ സിംഗുലർ ആണ്. പക്ഷെ ഐ എപ്പോഴും പ്ലൂറൽ ആയിട്ടാണ് വേർബ് സെലക്ട് ചെയ്യുന്നത്, അല്ലെ? അപ്പൊ അത് നോക്കി നമ്മൾ ചോദിക്കും എന്തുകൊണ്ട് അത് പ്ലൂറൽ ആവുന്നു, സിംഗുലർ അല്ലേ? ഐ എന്ന് പറയുമ്പോൾ ഒരാളല്ലേ ഉള്ളൂ, യു എന്ന് പറയുമ്പോൾ ഒരാളല്ലേ ഉള്ളൂ. പക്ഷെ നമ്മൾ ഒരിക്കലും യു ഈസ് എന്ന് പറയില്ല, യു ആർ മൈ ഫ്രണ്ട് എന്ന് പറയുള്ളൂ. അപ്പൊ എന്തുകൊണ്ടാണ് യുവിന്റെ കൂടെ ആറ് ചേർക്കുന്നത്? ലോജിക്കലി ചിന്തിച്ചാൽ നമുക്കത് തെറ്റായിട്ട് തോന്നും. പക്ഷേ ഗ്രാമാറ്റിക്കലി ചിന്തിക്കുമ്പോൾ അതിൽ ലോജിക്കലല്ല ഇമ്പോർട്ടൻസ്, ഗ്രാമാറ്റിക്കൽ റൂൾസിനാണ് ഇമ്പോർട്ടൻസ്. അപ്പൊ ഇത് പറയാൻ പോകുന്ന കാര്യങ്ങളിൽ നിങ്ങൾക്ക് അറിയുന്ന കാര്യങ്ങൾ ഉണ്ടാവാം, അറിയാത്ത കാര്യങ്ങൾ ഉണ്ടാവാം. അറിയാത്ത കാര്യങ്ങൾ നോട്ട് ചെയ്ത് വെക്കുക. ഇതിലെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കുക, തെറ്റായ കോളത്തിൽ നോക്കുക. മൈ ഹെയർസ് ആർ ബ്ലാക്ക്. വായിക്കുമ്പോൾ നമുക്ക് തെറ്റായിട്ട് തോന്നൂല, അല്ലെ? പൊതുവെ നമ്മൾ പറയുന്നതാണ് എന്റെ മുടി കറുപ്പാണ്. പക്ഷെ അവിടുത്തെ തെറ്റെന്താന്നുള്ളത് കണ്ടെത്താൻ പറ്റും. നമ്മൾ ഒരിക്കലും മുടികൾ എന്ന് പറയില്ല, എന്റെ മുടികളൊക്കെ കറുപ്പാണെന്ന് നമ്മൾ മുടിയുടെ പറയുന്നത്. മുടി എന്നുള്ളത് ഇപ്പോൾ നമ്മൾ എന്താ പറയാ, മുടിയിലായിട്ടാ പറയുന്നത്, ഹെയർസ് എന്ന് പറയില്ല. അതിന് പ്രത്യേകിച്ച് ഒരു പ്ലൂറൽ ഫോം ഇല്ല, ഒരു ബഹുവചനം ഇല്ലാത്ത വാക്കുകളുണ്ട്. അത്തരത്തിലൊരു വാക്കാണ് ഹെയർ എന്ന് പറയുന്നത്. അതിനെ നമ്മൾ എപ്പോഴും സിംഗിൾ ആയിട്ടാണ് പറയുന്നത്. മഴ വരുന്നതിന് ജനൽ അതുപോലെ പ്ലൂറലില്ലാത്ത കുറെ വാക്കുകളുണ്ട്, ബഹുവചനമായിട്ടും സിംഗിൾ ആയിട്ടും നമ്മൾ യൂസ് ചെയ്യുന്നത്. ഇപ്പം വാട്ടർ എന്ന് പറയുന്നത് വെള്ളം, വാട്ടർ, അത് നമുക്ക് ഒരിക്കലും പ്ലൂറൽ ഫോം പറയാൻ പറ്റില്ല, അല്ലെ? വാട്ടർ, വാട്ടേഴ്സ് എന്ന് പറയാൻ പറ്റില്ല. വാട്ടേഴ്സ് എന്ന് പറയുന്നത് എപ്പോഴും ജല എന്താ പറയാ, വാട്ടർ ബോഡീസ് എന്ന അർത്ഥത്തിൽ ഒന്നാണ്. ജലസ്രോതസ്സുകളെ കുറിച്ച് പറയാനാണ് വാട്ടേഴ്സ് എന്ന് പറയാം. ബാക്ക് വാട്ടേഴ്സ് എന്ന് പറയും. അപ്പോ അത്തരത്തിലുള്ളൊരു എക്സാമ്പിൾ ആണ് മൈ ഹെയർസ് ആർ ബ്ലാക്ക്. ഇവിടെ ഹെയർസ് എന്നുള്ളത് തെറ്റാണ്. അതിന്റെ യഥാർത്ഥ രൂപം മൈ ഹെയർ ഇസ് ബ്ലാക്ക് എന്നാണ് യഥാർത്ഥ രൂപം. ഓക്കെ, മൈ ഹെയർസ് ആർ ബ്ലാക്ക് എന്നാണ് യഥാർത്ഥത്തിൽ രൂപം. ഇവിടെ നോക്കാം, ഹെയർ ഇസ് ബ്ലാക്ക് ആണ് യഥാർത്ഥം എന്റെ ആൻസർ കറക്റ്റ് വരുന്നത്. അപ്പൊ നമുക്ക് വായിക്കുമ്പോൾ എല്ലാം കറക്റ്റ് ആയിട്ട് തോന്നും, വലിയ തെറ്റായിട്ടും തോന്നൂല. പക്ഷെ നമുക്ക് അതിന്റെ സയന്റിഫിക്കലി അല്ലെങ്കിൽ ഗ്രാമാറ്റിക്കലി നോക്കുമ്പോൾ ഹെയർ എന്നുള്ളതാണ് കറക്റ്റ് യൂസേജ്. അടുത്ത നോക്കാം, ഐ നീഡ് എ ബ്ലോട്ടിംഗ്. ബ്ലോട്ടിംഗ്
അല്ലെ? നമ്മൾ ബ്ലോട്ടിംഗ് പേപ്പർ കണ്ടിട്ടുണ്ടാവും. അപ്പോ ഐ നീഡ് എ ബ്ലോട്ടിംഗ് എന്ന് പറയുന്നത് തെറ്റായ ഒരു യൂസേജ് ആണ്. ബ്ലോട്ടിംഗ് പേപ്പർ, ഐ നീഡ് എ ബ്ലോട്ടിംഗ് പേപ്പർ. നമ്മൾ പൊതുവെ പറയുന്നത് വേറൊരു സംഗതിയാണ് ഐ നീഡ് എ ടിഷ്യൂ. ടിഷ്യൂ, അപ്പൊ നമ്മൾ ടിഷ്യൂ എടുക്കാൻ പറഞ്ഞ് ടിഷ്യൂ പേപ്പർ ആണ് ഉദ്ദേശിക്കുന്നത്. പക്ഷെ അതും ഒരു ഇൻകറക്റ്റ് യൂസേജ് ആണ്. ഐ നീഡ് എ ടിഷ്യൂ പേപ്പർ എന്നാണ് കറക്റ്റ് തോന്നുന്നത്. അതുപോലത്തെ ഒന്നാണ് ബ്ലോട്ടിംഗ് പേപ്പർ. അപ്പൊ ഐ നീഡ് എ ബ്ലോട്ടിംഗ് പേപ്പർ എന്ന് പറയുന്നതാണ് പൂർണ്ണ രൂപം. ഓക്കെ, ഇതെല്ലാം യൂസേജുകൾ ബന്ധപ്പെട്ട് വരുന്ന എക്സാമ്പിൾസ് ആണ്. അടുത്ത് നോക്കാം, ഹി വർക്ക്സ് ബെറ്റർ ദാൻ മീ. കേട്ടോ, ഈ ഒരു ക്വസ്റ്റ്യനില് 99% ആൾക്കാർക്കും ഇത് ശരിയായ ഒരു പ്രസ്താവനയായിട്ട് കാണും. ഇതിൽ ഒരു തെറ്റില്ല. നമ്മൾ പൊതുവെ പറയുന്ന ഒരു യൂസേജ് ആണ് അല്ലെ, ഹി വർക്ക്സ് ബെറ്റർ ദാൻ മീ. എന്നെക്കാളും നന്നായിട്ട് അവൻ ജോലി ചെയ്യും. ഒരു കുഴപ്പമില്ല, ഒരു തെറ്റില്ല. ഹി വർക്ക്സ് തന്നെയാണ് വരിക. കാരണം സബ്ജക്ട് ഹി ആവുമ്പോൾ വേർബിന്റെ കൂടെ എസ് വരണം. എല്ലാം കറക്റ്റാണ്. പക്ഷെ അവിടുത്തെ മിസ്റ്റേക്ക് എന്ന് പറയുന്നത് ഈ ഇവിടെയാണ്, ഒബ്ജക്റ്റിലാണ് മിസ്റ്റേക്ക് വരുന്നത്. മീ എന്ന് പറയുന്നത് ഒരിക്കലും ഒബ്ജക്റ്റ് ആയിട്ട് വരില്ല. ഈ വർക്ക്സ് ബെറ്റർ ദാൻ ഐ എന്നാണ് എന്റെ യഥാർത്ഥത്തിൽ ആൻസർ. അപ്പൊ ഒബ്ജക്റ്റ് ആയിട്ട് വരുന്നത് ഐ എന്നായിരിക്കണം, മീ എന്ന് വരില്ല. ഗ്രാമാറ്റിക്കലി ദാറ്റ് ഇസ് റോങ്. ഹി വർക്ക്സ് ബെറ്റർ ദാൻ ഐ. ഓക്കെ, അടുത്തത് 4ാമത്തെ ക്വസ്റ്റ്യൻ ആണ്, ഐ അവെയിൽഡ് ഓഫ് ദ ഓപ്പർച്യൂണിറ്റി. അവിടെയും ഒരു സംഗതിയുണ്ട്, നമ്മൾ പൊതുവെ യൂസ് ചെയ്യാത്ത ഒന്നാണ്. ഐ അവെയിൽഡ്, ഞാൻ ആ അവസരം ഉപയോഗിച്ചു എന്നാണ്. ഞാൻ ആ അവസരം ഉപയോഗിച്ചു, അല്ലെ? ഐ അവെയിൽഡ് ഓഫ് ദ ഓപ്പർച്യൂണിറ്റി. പക്ഷെ ഇവിടെ പ്രോബ്ലം വരുന്നത് അവെയിൽഡ് എന്ന് ഉപയോഗിക്കുന്ന സമയത്ത് മൈസെൽഫ് എന്നുകൂടെ ചേർക്കണം. ഐ അവെയിൽഡ് എന്നുകൂടെ മൈസെൽഫ് എന്നുകൂടെ ചേർക്കണം. ഐ അവെയിൽഡ് മൈസെൽഫ് ഓഫ് ദ ഓപ്പർച്യൂണിറ്റി എന്നാണ് കറക്റ്റ് ആൻസർ. ഇതിലൊരു സംഗതി പറയാം, ഈ ഒരു ക്വസ്റ്റ്യനിൽ ഇങ്ങനെ അവയിൽ വെച്ച് വരുന്ന കേസിൽ മാത്രമാണ് മൈസെൽഫ് ചേർക്കേണ്ടതായിട്ട് വരുന്നത്. ഓക്കെ, എനിക്ക് മൈസെൽഫ് മാറും, ഹിംസെൽഫ് ആവാം, യുവർ സെൽഫ് ആവാം, ദെംസെൽഫ് ആവാം. എന്തായാലും സെൽഫ് വരുന്നത് അവൈൽഡ് കാറ്റഗറിയിലായിരിക്കും. ഈ ഒരു ക്വസ്റ്റ്യൻ ഇങ്ങനെ മാത്രമേ ചോദിക്കുള്ളൂ കേട്ടോ. അപ്പൊ അതുകൊണ്ട് ടെൻഷൻ ആവണ്ട. ഐ അവൈൽഡ് ലീവ് നോ, അല്ലെങ്കിൽ അവൈൽഡ് എന്നാൽ അത് യൂസ് ചെയ്യുക, ഉപയോഗിക്കുക, എടുക്കുക എന്നൊരു അർത്ഥം വരുന്നത്. ഐ അവെയിൽഡ് മൈസെൽഫ് ഓഫ് ദ, മൈസെൽഫ് വരാൻ കാരണം ഐ ആണ് സബ്ജക്ട്, എന്നെ കുറിച്ചാണ് പറയുന്നത്, ഐ ആണ്. ഓക്കെ, യു എന്നാണെങ്കിൽ യുവർ സെൽഫ് വരും, ഹി ആണെങ്കിൽ ഹിംസെൽഫ് വരും, ഷീ ആണെങ്കിൽ ഹെർ സെൽഫ് വരും, ദേ ആണെങ്കിൽ ദെംസെൽഫ് വരും അവെയിൽഡ് യൂസ് ചെയ്യുന്ന സമയത്ത്. അത് വളരെ റെയർ ആയിട്ട് ചോദിക്കുന്നതാണ്. പൊതുവെ PSC ചോദിക്കുന്നത് കോമൺലി തെറ്റിക്കുന്നതായിട്ടുള്ള ഏറ്റവും സാധ്യത ഈ 3ാമത്തെ ക്വസ്റ്റ്യൻ ആണ്. ഈ വർക്ക്സ് ബെറ്റർ ദാൻ മീ ആയിരിക്കും ഏറ്റവും കൂടുതൽ ചോദിക്കാൻ സാധ്യതയുള്ള ക്വസ്റ്റ്യൻ. കാരണം നമ്മൾ പൊതുവെ യൂസ് ചെയ്യുന്ന ഒരു സ്റ്റേറ്റ്മെന്റ് ആണ്. അതോടൊപ്പം തന്നെ അതിലുള്ള മിസ്റ്റേക്ക് നമുക്ക് അറിയാത്ത ആളുകൾക്ക് ഒരുപാട് മൈനസ് വരുത്താനുള്ള ക്വസ്റ്റ്യൻ കൂടിയാണത്. ഹി വർക്ക്സ് ബെറ്റർ ദാൻ ഐ. ഇനി അടുത്തത് ഇവിടെയും തെറ്റിക്കാൻ പോകുന്ന ക്വസ്റ്റ്യൻ ആണ്, 5ാമത്തെ ക്വസ്റ്റ്യൻ. ദ ടു ബ്രദേഴ്സ് ആർ ക്വാറലിംഗ് വിത്ത് വൺ അനദർ. ഇവിടെ ഒരു പ്രോബ്ലം വരുന്നത് എവിടെയെന്ന് വെച്ചാൽ ടു എന്നുള്ളത് ആണ് പ്രശ്നം. ബ്രദേഴ്സ് മാത്രമാണെങ്കിൽ നമുക്ക് തെറ്റില്ല. ക്വസ്റ്റ്യനില് ദ ബ്രദേഴ്സ് ആർ ഫൈറ്റിംഗ് അല്ലെങ്കിൽ ക്വാറലിംഗ് വിത്ത് വൺ അനദർ ആണെങ്കിൽ കുഴപ്പമില്ല. ടു വരുന്നിടത്ത് നമ്മൾ മുമ്പ് പഠിച്ചിട്ടുണ്ട്. ടു എന്ന് പറയുമ്പോൾ 2 പേരാണെങ്കിൽ ബിറ്റ്വീനും, 2ൽ കൂടുതലാണെങ്കിൽ എമങ്ങും, അല്ലെ? നമ്മൾ മുമ്പത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തൊക്കെ കാര്യങ്ങളാണ്. എമങ് യൂസ് ചെയ്യുന്നത് 2ൽ കൂടുതലാണെങ്കിൽ, മോർ ദാൻ 2. ഓക്കെ, മോർ ദാൻ 2. മറിച്ച് ബിറ്റ്വീൻ യൂസ് ചെയ്യുന്നത് ലെസ് ദാൻ 2 ആണ്, അല്ലെങ്കിൽ 2 അല്ലെങ്കിൽ ലെസ് ദാൻ 2 ആണ്. 2 ലെസ് ദാൻ വരില്ല, 2 ആണെങ്കിൽ. 2 ആൾക്കാരാണെങ്കിൽ അത് പറയുന്നത് ബിറ്റ്വീൻ ആണ്. ഇവിടെ ബിറ്റ്വീൻ ഫേസ് ആണ്. ദ ടു ബ്രദേഴ്സ് ആർ
രണ്ട് ബ്രദേഴ്സ് എന്ന് പറയുമ്പോൾ രണ്ടാൾക്കാരെ ഉള്ളൂ, അവിടെ നമുക്ക് വിത്ത് വൺ അനദർ വരില്ല, അവിടെ യൂസ് ചെയ്യുന്നത് ഈച്ച് അതർ എന്നാണ്. The two brothers are quarreling with each other. അല്ലെ, അർത്ഥം കൊണ്ട് രണ്ടും ശരിയാണ്. അർത്ഥം നോക്കുമ്പോഴേ നമ്മൾ ഇംഗ്ലീഷ് പൊതുവെ നമുക്ക് ധാരണ ഉണ്ട്, നമുക്ക് എല്ലാവർക്കും ഇംഗ്ലീഷ് അറിയാം. അല്ലെങ്കിൽ അർത്ഥം പറഞ്ഞ അല്ലെങ്കിൽ MA ഇംഗ്ലീഷിലുള്ള BA ഇംഗ്ലീഷിലുള്ള ആൾക്കാരുടെ ഒരു ഓവർ കോൺഫിഡൻസ് ആണ്. ഇംഗ്ലീഷ് ഒക്കെ നമുക്ക് പുഷ്പം പോലെ അടിക്കാം, 10 മാർക്ക് ഈസി ആയിട്ട് കിട്ടും. നമുക്ക് ഇംഗ്ലീഷ് ഉണ്ട്, നമ്മൾ BA ഇംഗ്ലീഷാണ്. പക്ഷെ അധികം ഇംഗ്ലീഷ് തെറ്റിക്കുന്നത് ഇംഗ്ലീഷ് മെയിൻ സബ്ജക്ട് ആക്കി എടുത്ത ആളുകളാണ്. കാരണം അവരൊരിക്കലും ഇംഗ്ലീഷ് ഗ്രാമർ പഠിക്കൂല, PSCക്ക് വേണ്ടി പഠിക്കൂല. അല്ലെ, PSCക്ക് വേണ്ടി പഠിക്കാത്ത ആളുകളാണ്. കാരണം അവർക്ക് ഓൾറെഡി ഇംഗ്ലീഷ് അറിയാം എന്നൊരു ധാരണ ഉണ്ട്. പക്ഷെ PSCക്ക് വേണ്ടി ഇംഗ്ലീഷ് പഠിക്കുന്ന ആൾക്കാരോ, അവർക്ക് ഇംഗ്ലീഷ് അറിയുന്നുണ്ടാവില്ല, പക്ഷെ അവർ ഇംഗ്ലീഷിനെ എക്സാം പോയിന്റ് ഓഫ് വ്യൂവിൽ പഠിക്കും. കാരണം ഇംഗ്ലീഷ് ഓൾറെഡി നമുക്ക് അറിയില്ല. ഈ എക്സാമിന് 10 മാർക്ക് ഇംഗ്ലീഷിൽ നിന്നാണ് ചോദിക്കുന്നത്. അപ്പൊ ഇംഗ്ലീഷ് പഠിച്ചേ പറ്റും. അപ്പൊ ആ ഒരു രീതിയിൽ ഇംഗ്ലീഷിനെ പഠിക്കുമ്പോൾ അവർ ഈ വ്യത്യാസങ്ങളൊക്കെ പഠിക്കും. തെറ്റിദ്ധാരണയാണ് വരുന്നത്, രണ്ടിൽ കൂടുതൽ അബന്ധമാണ് വരുന്നത്, അവയുടെ യൂസ് ചെയ്യുമ്പോൾ മനസ്സിലാക്കി യൂസ് ചെയ്യണം. ഹി വാസ് ബെറ്റർ ദാൻ മീ എന്നല്ല, ബെറ്റർ ദാൻ ഐ. ഇവരിതെല്ലാം പഠിക്കും. ഇപ്പൊ നമ്മൾ മാത്സ് പഠിക്കുമ്പോൾ ആവറേജ് കാണാൻ എങ്ങനെയാണ്, അല്ലെ, n നമ്പർ കാണാൻ എങ്ങനെയാണ്, ദിവസവും വർക്കും കാണാൻ എങ്ങനെയാണ്, ക്ലോക്കിന്റെ പ്രതിബിംബം കാണാൻ എങ്ങനെയാണ്, ക്ലോക്കിന്റെ കോർണർ കാണാൻ എന്താ ഇക്വേഷൻ, ഇതൊക്കെ നമ്മൾ പഠിക്കുന്നുണ്ടല്ലോ. ഇതേ അവസ്ഥ മാത്സിന്റെ ആൾക്കാർക്ക് സംഭവിക്കും. മാത്സ് മെയിൻ സബ്ജക്റ്റ് ആൾക്കാർ എന്താക്കും, ഇതൊന്നും ചിലപ്പോൾ പഠിക്കൂല, ഓർക്കൊക്കെ ആദ്യം അറിയാം. അപ്പൊ എന്ന പോലെ ഇത് എന്ന് പറഞ്ഞാൽ ഗ്രാമാറ്റിക്കൽ റൂൾസ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പൊ ഇത് ഗ്രാമർ വഴിയാണ് നമുക്കിത് കണ്ടെത്താൻ പറ്റുള്ളൂ, അല്ലെങ്കിൽ മനസ്സിലാക്കാൻ പറ്റുള്ളൂ. ഒരിക്കലും വായിച്ചിട്ട് നമുക്കിത് മനസ്സിലാക്കാൻ പറ്റില്ല, അല്ലെ. അപ്പൊ അത് പറയുന്നത് വായിച്ചു കഴിഞ്ഞാൽ രണ്ട് സ്റ്റേറ്റ്മെന്റും കറക്റ്റ് ആണ്. The two brothers are quarreling with one another. നമ്മൾ അർത്ഥം എന്താണ് മനസ്സിലായിട്ടുണ്ട്, രണ്ട് ബ്രദേഴ്സും തമ്മിൽ നല്ല അടിയാണ്. ഇവിടെ വൺ അനദർ ആയാലും ഈച്ച് അതർ ആയാലും നമുക്ക് അർത്ഥം മനസ്സിലാവുന്നുണ്ട്. പക്ഷെ ഗ്രാമാറ്റിക്കലി രണ്ടാമത്തതാണ് കറക്റ്റ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ്. അതുകൊണ്ടാണ് നമ്മളിവിടെ അത് യൂസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പം ആ യൂസ് കാര്യങ്ങൾ നമ്മൾ എന്താക്കുക, മനസ്സിലാക്കുക. ഈച്ച് അതർ എന്നുള്ളതാണ് കറക്റ്റ് ആൻസർ. അടുത്തത് നോക്കാം. ഹി ഈസ് ഗിൽറ്റി isn't it. ഇതും തന്നെ ഒരുപാട് തെറ്റിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. ഈ 6ാമത്തെ ക്വസ്റ്റ്യൻ തെറ്റിക്കുന്നതാണ്. കാരണം ഒരുപാട് ആളുകൾ നമ്മൾ സംസാരിക്കുമ്പോൾ കേട്ടിട്ടുണ്ട്, ഏത് സംഗതി ഏത് സെന്റൻസ് പറഞ്ഞാലും isn't it, isn't it, isn't it, isn't it, isn't it. ഈ isn't it മാത്രമല്ല ക്വസ്റ്റ്യൻ ആൻസർ വരുന്നത്. ഇറ്റ് ഈസ് സംതിങ്, അതായത് ഇറ്റ് വെച്ച് തുടങ്ങുന്ന സെന്റൻസിന് മാത്രമേ isn't it നമ്മൾ ക്വസ്റ്റ്യൻ ടാഗ് യൂസ് ചെയ്യാൻ പറ്റുള്ളൂ. isn't it, it ആണ് തുടങ്ങുന്നത്. ഇറ്റ് ഈസ് ബ്യൂട്ടിഫുൾ, isn't it, കറക്റ്റ്. ഇറ്റ് ഈസ് നോട്ട് ബ്യൂട്ടിഫുൾ, is it, അതും കറക്റ്റ്. ഇറ്റ് ആണ് സ്റ്റാർട്ട് ചെയ്യുന്നത്, അതുകൊണ്ട് നമുക്ക് isn't it ചോദിക്കാം. പക്ഷെ ഇവിടെ ക്വസ്റ്റ്യൻ തുടങ്ങുന്നത് എങ്ങനെയാ, ഹി ഈസ് ഗിൽറ്റി എന്നാ. ഹി ആണ് തുടങ്ങുന്നത്. എങ്ങനെയാ, അത് ഒരിക്കലും നമുക്ക് isn't it കൊടുക്കാൻ പറ്റൂല. isn't he ആണ് കറക്റ്റ് ആൻസർ. ഈ നമ്മൾ മലയാളത്തിൽ പൊതുവെ യൂസ് ചെയ്യുന്ന ഒരു കാര്യമാണ് കൺഫർമേഷൻ. നമുക്കൊരു കാര്യം പറയുമ്പോൾ നമുക്കൊരു ഉറപ്പില്ലെങ്കിൽ നമ്മൾ എന്താക്കും, അല്ലേ എന്ന് ചോദിക്കും. ഓന് കുറച്ച് വട്ടുണ്ട് അല്ലേ, വട്ടുണ്ട് എന്നുള്ളത് നമുക്കറിയാം. പക്ഷെ അതൊരു കൺഫർമേഷന് വേണ്ടി നമ്മൾ അല്ലേ എന്ന് ചേർക്കും. കുറച്ചൊരു ആളൊരു ഉടായ്പ, ഒരു പ്രശ്നക്കാരനാണ്. ഈ അല്ലേ എന്ന് പറയുന്നതിനാണ് ഇംഗ്ലീഷില് ഈ ക്വസ്റ്റ്യൻ ടാഗ് എന്ന് പറയാം. അപ്പൊ ഇതിലെന്താ പറയുന്നത്, ഹി ഈസ് ഗിൽറ്റി, ആ കുറ്റക്കാരനാണ് അല്ലേ. ആരല്ലേ, അവനല്ലേ എന്നാണ് ക്വസ്റ്റ്യൻ. അപ്പൊ അവനല്ലേ വരേണ്ടത്, isn't he എന്നാണ് ക്വസ്റ്റ്യൻ ടാഗ് കറക്റ്റ് ഫോം. അപ്പൊ isn't വരാൻ കാരണം ഇവിടെ നമ്മൾ യൂസ് ചെയ്യുന്ന വേർബ് ഈസ് ആണ്. ഈസ് ആണ് ഇവിടുത്തെ വേർബ്. അപ്പൊ ഈസ് തന്നെ യൂസ് ചെയ്യുന്നു. സ്റ്റേറ്റ്മെന്റ് പോസിറ്റീവ് സെന്റൻസ് ആണ്, അല്ലെ. ഹി ഈസ് എന്നാണ് പറയുന്നത്, അപ്പൊ പോസിറ്റീവ് ആണ്. അതായത് നോട്ട് എന്ന് വരുന്നില്ലെങ്കിൽ പോസിറ്റീവാണ്. ഒരു സെന്റൻസിലെ നോട്ട് എന്നുള്ള വേർഡ് വരുന്നില്ലെങ്കിൽ അത് എന്താണ്, പോസിറ്റീവ് ആണ്.
നോട്ട് എന്ന വേർഡോ നോട്ടുമായി അർത്ഥമുള്ള ഒരു വേർഡോ. നോട്ട് തന്നെ വരണമെന്നില്ല. സെൽഡം എന്ന് പറഞ്ഞാൽ നോട്ടിന്റെ അർത്ഥമാണ്. സെൽഡം എന്ന് പറഞ്ഞാൽ ഇല്ല എന്നർത്ഥം. റെയർലി, ഹാർഡ്ലി, സ്കേഴ്സ്ലി ഇതൊക്കെ എന്താണ് നെഗറ്റീവാണ്. അപ്പൊ നോട്ടോ നോട്ടുമായ അർത്ഥം വരുന്ന നെഗറ്റീവ് വാക്കുകളോ വന്നാൽ നെഗറ്റീവ് വേർഡ് സെന്റൻസ് ആണ്. അല്ലാത്ത പക്ഷം എല്ലാം പോസിറ്റീവ് ആണ്. ഇത് പോസിറ്റീവ് സെന്റൻസ് ആണ്. ഹി ഈസ് ഗിൽറ്റി, അവൻ കുറ്റം ചെയ്ത ആളാണ്, കുറ്റവാളിയാണ്. അങ്ങനെ വരുമ്പോ അതിന്റെ ക്വസ്റ്റ്യൻ ടാഗ് ഉണ്ടാക്കണം. തന്നിട്ടുള്ള വേർബ് ഈസ് ആണല്ലോ, അത് അതുപോലെ എഴുതുന്നു. അതിന്റെ കൂടെ ഒരു നോട്ട് ഇട്ട് കൊടുക്കുന്നു. നോട്ടാണ് നമ്മൾ ഈസിന്റ് എന്ന് പറയാം, ഷോർട്ട് ഫോം. ഈസ് നോട്ട്. തന്നിട്ടുള്ള സബ്ജക്ട് എന്താണ്? ഹി ആണ്. അപ്പൊ അതന്നെ എഴുതണം. അപ്പൊ അതാണ് ഇവിടെ തെറ്റ്. ഇസിന്റ് ഇറ്റ് തെറ്റാണ്. ഇസിന്റ് ഹി എന്നാണ് കറക്റ്റ് ആൻസർ. അപ്പൊ കുറ്റക്കാരനാണല്ലേ ഇസിന്റ് ഹി. ഇതൊരു ബുദ്ധിമുട്ടല്ലേ പറയാൻ? നമുക്ക് മലയാളത്തിൽ ഒരു സുഖം, ആളത് ശരിയല്ലല്ലേ, ഈ ലേ എന്ന് പറഞ്ഞാൽ മാത്രം മതി. പക്ഷെ ഇംഗ്ലീഷിൽ അത് ഈസ് നോട്ട് ഗുഡ്, ഇസിന്റ് ഹി. ഇത്രയും ബുദ്ധിമുട്ടുണ്ട് അല്ലെ? ഇപ്പൊ നമ്മള് ഈ സാധാരണ പറയുമ്പോൾ നമ്മൾ അല്ലേ അല്ലേ എന്ന് ചോദിക്കും. പക്ഷെ ഇംഗ്ലീഷിൽ പൊതുവെ യൂസ് ചെയ്യുന്നത് ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻ ടാഗുകളാണ് യൂസ് ചെയ്യുന്നത്. ഇസിന്റ് ഹി, ഡസന്റ് ഹി, ഡോണ്ട് ഹി, ഡിഡ് ഹി, ഇങ്ങനെയൊക്കെയാണ് ചോദിക്കുക. അപ്പൊ നെഗറ്റീവ് സ്റ്റേറ്റ്മെന്റ് തന്നാൽ പോസിറ്റീവ് ആയിരിക്കും ക്വസ്റ്റ്യൻ ടാഗ്. എന്താണ് ഉദാഹരണം പറയണം? ഹീസ് നോട്ട് ഗിൽറ്റി, അവൻ കുറ്റം ചെയ്തിട്ടില്ല. ഹീസ് നോട്ട് ഗിൽറ്റി ആണ് തന്നത്. നോട്ട് ഓൾറെഡി തന്നിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ എന്താക്കാം? ഈസിന്റെ എഴുതേണ്ട ആവശ്യമില്ല, ഇസ് ഹി എന്നാക്കിയാൽ മതി. അതാണ് ആൻസർ. ഹീസ് നോട്ട് ഗിൽറ്റി, ഇസ് ഹി. ആകും കുറ്റക്കാരനല്ല. ആണോ? നിങ്ങൾക്ക് ഡൗട്ടാ? ആകും കുറ്റം ചെയ്തിട്ടില്ല. ഉണ്ടോ? ചെയ്തിട്ടുണ്ടാവോ? ആ ഒരു ഡൗട്ടാണ് ഇസ് ഹി എന്ന് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, അടുത്തത് ഏഴാമത്തത്, ഐ ബെഗ് യു ലീവ്. ഞാൻ നിങ്ങളോട് അപേക്ഷിക്കുകയാണ് ഒന്ന് പോയി തരാൻ. ഐ ബെഗ് യു ലീവ്, അത് ഒരു സ്റ്റേറ്റ്മെന്റ് തെറ്റാണ്. ഐ ബെഗ് ലീവ് ഓഫ് യു എന്നാണ് കറക്റ്റ്. ഐ ബെഗ് യു ലീവ് എന്നല്ല, ഐ ബെഗ് ലീവ് ഓഫ് യു. അതൊന്ന് ഓർത്ത് വെക്കുക. ഐ ബെഗ് ലീവ് ഓഫ് യു ഉദ്ദേശിക്കുന്നത് നിങ്ങളൊന്ന് പോയി തരുമോ എന്ന് ചോദിക്കുകയാണ്. പക്ഷെ അത് പറയുന്ന രീതി ഐ ബെഗ് ലീവ് ഓഫ് യു. അടുത്ത PSC ക്വസ്റ്റ്യൻ, റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻ ആണ്. എട്ടാമത്തെ ക്വസ്റ്റ്യൻ, ഹി ഈസ് മോർ ക്ലവറർ ദാൻ ഹിസ് ബ്രദർ. ചാടി കയറി കുത്തണ്ട, മോർ ക്ലവറർ എന്നാണ് തന്നിട്ടുള്ളത്. ഓക്കെ, അവിടെ നമ്മുടെ പോസ്റ്റും കാല് തന്ന പോലെ സംഭവമാണ്. പോസ്റ്റ് ഓൾറെഡി ഉണ്ടല്ലോ, പിന്നെ എന്താ ഈ കാലിന്റെ ആവശ്യം? ഓൾറെഡി തന്നിട്ടുണ്ട്. അത് പിന്നെ പുറമെ രണ്ടെണ്ണം കൂടെ ചേർക്കേണ്ട ആവശ്യമില്ല. പോസ്റ്റും കാലും തന്ന പോലെ ബാസ്കറ്റ് കൊട്ട എന്നൊക്കെ പറഞ്ഞ ചില ആൾക്കാർ ബാസ്കറ്റ് കൊട്ട, ബാസ്കറ്റ് തന്നെയാണ് കൊട്ട, പിന്നെ ഈ കൊട്ട രണ്ടാമത് ചേർത്തിട്ടുള്ളത്. ഇവിടെ ഹീസ് മോർ ക്ലവർ എന്നൊക്കെ ആവശ്യമില്ല. ക്ലവർ തന്നെ ഓൾറെഡി തന്നിട്ടുണ്ട് കമ്പാരിറ്റീവ് അല്ലെ? ക്ലവറസ്റ്റ് എന്ന സൂപ്പർലേറ്റീവ്. അപ്പൊ കമ്പാരിറ്റീവ് തന്നിട്ടുണ്ട്. പിന്നെന്തിനാണ് ഈ മോർ? ഈ മോർ എവിടെ ചേർക്കുക? നമുക്ക് ചില വാക്കുകൾക്ക് ഈ ER ചേർക്കാൻ പറ്റില്ല. ഉദാഹരണം ബ്യൂട്ടിഫുൾ. ബ്യൂട്ടിഫുൾ നമുക്ക് ബ്യൂട്ടിഫുള്ളർ എന്ന് പറയാൻ പറ്റില്ല, ബ്യൂട്ടിഫുള്ളസ്റ്റ് പറയാൻ പറ്റില്ല. അങ്ങനത്തെ സ്റ്റേറ്റ്മെന്റ്സിനാണ് ബ്യൂട്ടിഫുൾ, മോർ ബ്യൂട്ടിഫുൾ, മോസ്റ്റ് ബ്യൂട്ടിഫുൾ എന്ന് പറയാം അല്ലെ? അപ്പൊ മോറും മോസ്റ്റ് ചേർക്കുന്നത് അത്തരം വാക്കുകൾക്കാണ്. ഇവിടെ എന്താ തന്നിട്ടുള്ളത്? മോർ ക്ലവറർ. ഓൾറെഡി ക്ലവറർ എന്ന് തന്നിട്ടുണ്ട്. പിന്നെ എന്തിനാണ് അവിടെ മോറിന്റെ ആവശ്യം? അത് ആവശ്യമില്ലാത്ത സാധനമാണ്, അത് ഒഴിവാക്കുക. അപ്പൊ ആൻസർ ഈസ് ഹീസ് ക്ലവറർ ദാൻ ഹിസ് ബ്രദർ. അവിടെ മോറിന്റെ ആവശ്യമില്ല. മനസ്സിലായല്ലോ? അപ്പോ ഇത്തരം ക്വസ്റ്റ്യൻസ് നമ്മൾ മീനിങ് നോക്കിയിട്ട് പോകരുത്, ഗ്രാമർ അറിഞ്ഞിട്ട് പോവുക, നമുക്ക് ഉത്തരടിക്കാൻ പറ്റും. അടുത്തത്, ഗോൾഡ് ഈസ് എ പ്രഷ്യസ് മെറ്റൽ. ഇവിടെ ഉദ്ദേശം ഗോൾഡ് എന്നുള്ളത് മെറ്റൽ ആണ്. യൂണിവേഴ്സലി അത് ഒന്നാണ്. ഗോൾഡ് എന്ന് പറഞ്ഞാൽ എല്ലാ സ്ഥലത്തും ഒന്ന് തന്നെയാണ് അല്ലെ? ഗോൾഡ് എന്ന് പറഞ്ഞ സ്വർണം. അപ്പൊ ഗോൾഡ് എന്നുള്ളത് ഒരിക്കലും ദ ഗോൾഡ് എന്ന് പറയേണ്ട ആവശ്യമില്ല, ഗോൾഡ് എന്ന് മാത്രം പറഞ്ഞാൽ മതി. ഗോൾഡ് ഇസ് എ പ്രഷ്യസ് മെറ്റൽ എന്ന് മാത്രം പറഞ്ഞാൽ മതി. ഓക്കെ, അതൊരു യൂസേജിന്റെ ഭാഗമായിട്ട് വരുന്നതാണ്. അപ്പൊ ഗോൾഡ് മാത്രമാണ് അങ്ങനെയെന്ന് പറയണ്ട. ദ സിൽവറിനും പറ്റൂല, ഡയമണ്ടും പറ്റൂല, മെറ്റൽസ് അതൊന്നും പറ്റൂല, ഒക്കെ ഒന്നാണ്. ഓക്കെ,
പിന്നെ അതേപോലെ തന്നെയാണ് ഈ ഏകമായി നിൽക്കുന്ന, ഭൂമിയിലാകെ ഒന്നായിട്ട് നിൽക്കുന്നതിന് ഒന്നും ഇവിടെ ചേർക്കേണ്ട ആവശ്യമില്ല. അത് മാത്രമായിട്ട് പറഞ്ഞാൽ ട്രൂത്ത് ഈസ് ഡിവൈൻ എന്നാ പറയാം. ട്രൂത്ത് അല്ലെ, ട്രൂത്ത് ദ ട്രൂത്തിന്റെ ആവശ്യമില്ല, ട്രൂത്ത് എന്ന് പറഞ്ഞാൽ മതി. ഷി ഹാസ് ഗോട്ട് ഹെഡേക്ക്, അവർക്ക് തലവേദനയാണ്. കേൾക്കുമ്പോൾ ഒരു പ്രശ്നമല്ല, സെന്റൻസ് കറക്റ്റ് ആണല്ലോ. ഷി ഹാസ് ഗോട്ട് ഹെഡേക്ക് നമ്മൾ പൊതുവെ പറയുന്നതാണ് അല്ലെ. നമുക്ക് മലയാളത്തില് അവർക്ക് തലവേദനയാണ്, അവർക്ക് ഒരു തലവേദനയാണെന്ന് പറയാറില്ലല്ലോ. പറയൂ? ഇല്ല, നമ്മൾ ഒരിക്കലും അവൾക്ക് ഒരു തലവേദനയാണെന്ന് പറയും. അവർക്ക് തലവേദനയാണ്, അവർക്ക് തലകറക്കാണ്, അവർക്ക് പനിയാണ്, അവർക്ക് ഒരു പനിയാണെന്ന് പറയും ഇല്ല. പക്ഷെ ഇംഗ്ലീഷ് യൂസേജ് അനുസരിച്ചിട്ട് അത് തെറ്റാണ്. ഇംഗ്ലീഷ് യൂസേജ് അനുസരിച്ചിട്ട് ഷി ഹാസ് ഗോട്ട് എ ഹെഡേക്ക് എന്ന് പറയും. സാഹിബിന്റെ ബുദ്ധിപരമൊക്കെയാണ്. നമ്മൾ എന്താണോ പറയുന്നത് അത് സാഹിബിന് പറ്റില്ല. സാഹിബിന്റേതായ ചില റൂൾസ് ഉണ്ട്. ഷി ഹാസ് ഗോട്ട് എ ഹെഡേക്ക്, ഷി ഹാസ് ഗോട്ട് എ ഫ്ലൂ, ജലദോഷം പിടിച്ചാൽ ഫ്ലൂ, എ ഫ്ലൂ. ഷി ഹാസ് ഗോട്ട് എ ചിക്കൻ പോക്സ്. അപ്പൊ എ എന്ന് പറയുന്നത് ആ ഡിസീസിനെ കാണിക്കാനാണ് ഉദ്ദേശിക്കുന്നത്. എ. ഓക്കെ. അടുത്തത് സ്റ്റോപ്പ് ടു റൈറ്റ്. അത് നമ്മൾ പൊതുവെ പറയാത്ത സെന്റൻസ് ആണ്, അതുകൊണ്ട് നമുക്ക് ബുദ്ധിമുട്ടില്ല. സ്റ്റോപ്പ് റൈറ്റിംഗ് അല്ലെ, പൊതുവെ നമ്മൾ പറയുന്നത് തന്നെയാണ്. PSC എക്സാം നമ്മൾ പറയും മതി ടൈം കഴിഞ്ഞു, സ്റ്റോപ്പ് റൈറ്റിംഗ്. റൈറ്റിംഗ് ഇല്ല, ബബ്ലിംഗ് എന്നാണ് പറയാം, സ്റ്റോപ്പ് ബബ്ലിംഗ്. അപ്പൊ അത് നമുക്ക് കിട്ടും അല്ലെ. ഇറ്റ് ഈസ് റെയിനിങ് ഫോർ 4 hours. ഇപ്പൊ പെരുമഴ നടന്നുകൊടുക്കണം, എല്ലാ സ്ഥലത്തും റെഡ് അലേർട്ട് ഉണ്ട്, യെല്ലോ അലേർട്ട് ഉണ്ട്, മലപ്പുറത്ത് റെഡ് ആണ്. അപ്പൊ നമ്മളെന്ന് പറയില്ലേ 4 മണിക്കൂറായി തുടങ്ങിയ മഴയാണ്. ഇറ്റ് ഈസ് റെയിനിങ് ഫോർ 4 hours. പക്ഷെ അവർക്ക് പ്രശ്നമുണ്ട്. 4 മണിക്കൂറായിട്ട് പെയ്യുന്ന മഴ എന്ന് പറയുന്നത് 4 മണിക്കൂർ മുമ്പ് തുടങ്ങിയ മഴ, ഇപ്പോഴും പെയ്തുകൊണ്ടിരിക്കുന്ന മഴ അവസാനിച്ചിട്ടില്ല, ഇപ്പോഴും പെയ്തുകൊണ്ട്. അതായത് 4 മണിക്കൂർ കഴിഞ്ഞ് 5 മണിക്കൂറായി 6 മണിക്കൂറിലേക്ക് പോവുകയാണ്. അങ്ങനെ ഒരു സെന്റൻസ് നമ്മൾ ഏത് ടെൻസാ വരിക? നമ്മൾ ടെൻസ് പഠിച്ചാൽ മനസ്സിലാവും. പാസ്റ്റിൽ തുടങ്ങി പ്രസന്റിലേക്ക് വന്ന് ഫ്യൂച്ചറിലേക്ക് കണ്ടിന്യൂ ചെയ്യുന്ന ഒരേ ഒരു ടെൻസ് മാത്രമേ ഇംഗ്ലീഷിലുള്ളൂ, അതാണ് പ്രസന്റ് പെർഫെക്റ്റ് ടെൻസ്. ഇത് അതിന്റെ ഉദാഹരണം. 4 മണിക്കൂർ മുമ്പാണ് മഴ തുടങ്ങിയത്, ഇപ്പോഴും മഴ പെയ്യുന്നുണ്ട്, മഴ നിന്നിട്ടില്ല, ഫ്യൂച്ചറിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് അല്ലെ. അപ്പൊ അങ്ങനത്തെ സെന്റൻസിന് ഇറ്റ് ഹാസ് ബീൻ ആണ് കറക്റ്റ് യൂസേജ്. ഇറ്റ് ഹാസ് ബീൻ റെയിനിങ് ഫോർ 4 hours എന്നാണ് കറക്റ്റ് യൂസേജ്. ഇറ്റ് ഹാസ് ബീൻ മുമ്പ് തുടങ്ങിയതാണ്. ഇറ്റ് ഹാസ് ബീൻ റെയിനിങ് ഫോർ 4 hours. ഓക്കെ. അപ്പൊ ഇത്ര നമുക്ക് പറയാൻ പറ്റും. ഇപ്പൊ 2020 മുതൽ ഞാനിവിടെ ജോലി ചെയ്തുകൊണ്ടിരിക്കുകയാണെന്ന് പറയുകയാണെങ്കിൽ ഐ ഹാവ് ബീൻ വർക്കിംഗ് ഹിയർ സിൻസ് 2020. ഒരു നിശ്ചിത വർഷത്തെ കാണിക്കുകയാണെങ്കിൽ സിൻസും, ഒരു നിശ്ചിത കാലഘട്ടം ഒരു 5 വർഷം 6 വർഷം എന്നൊക്കെ പറയുകയാണെങ്കിൽ എന്താണ് അത് ഫോർ ആണ് യൂസ് ചെയ്യുക. വർഷം മാത്രമല്ല മാസങ്ങൾ പോലും ഫോർ ആണ് നമ്മൾ യൂസ് ചെയ്യുക. ഒരു എക്സാക്ട് ഡേറ്റ് ആണെങ്കിൽ സിൻസ് ആണ് യൂസ് ചെയ്യുക. എന്തായാലും ഇറ്റ് ഹാസ് ബീൻ, ഐ ഹാവ് ബീൻ, ഷീ ഹാസ് ബീൻ, ഹി ഹാസ് ബീൻ, ദേ ഹാവ് ബീൻ, ഇത് തന്നെ സാധനം. പാസ്റ്റ് തുടങ്ങി പ്രസന്റിലാണ് ഇപ്പൊ നമ്മൾ പറയുന്നത്. മുമ്പ് തുടങ്ങിയതാ, ഇപ്പോഴും കഴിഞ്ഞിട്ടില്ല, ഇപ്പോഴും മഴ പെയ്തുകൊടുക്കുക. ഇനി എപ്പോഴത് തീരുവാവും പറയാറില്ലേ? അതിനാണ് ഇറ്റ് ഹാസ് ബീൻ റെയിനിങ് ഫോർ 4 hours. ഇനി 4 hours പോട്ടെ, ഉച്ചക്ക് 2 മണിക്ക് തുടങ്ങിയ മഴയാണ്. അപ്പൊ എന്താ പറയാൻ പറ്റുക? അവിടെ 2 PM കൊടുത്തിട്ടുണ്ട്. അപ്പൊ എന്ത് ചെയ്യും? ഇറ്റ് ഹാസ് ബീൻ റെയിനിങ് സിൻസ് 2 o'clock. 2 മണിക്ക് തുടങ്ങിയതാണ് മഴ, പൊഴുതു വന്നിട്ടില്ല. ഓക്കെ. അപ്പൊ അങ്ങനെ പറയുന്ന നിശ്ചിതമായ ഒരു സമയം പറയുമ്പോൾ സ്പെസിഫിക് ആണെങ്കിൽ സിൻസ് ഏറെക്കുറെ 4 മണിക്കൂർ, ഒരു 2-2.5 മണിക്കൂർ, 2.5 മണിക്കൂർ എന്നൊക്കെ പറയുന്നതാണ് ഫോർ യൂസ് ചെയ്യുക. ഹാസ് ബീൻ, ഹാവ് ബീൻ, ഡിപ്പെൻഡ് അപ്പോൺ ദ സബ്ജക്ട്. സബ്ജക്ട് സിംഗിൾ ആണെങ്കിൽ ഹാസ് ബീൻ യൂസ് ചെയ്യുന്നു, പ്ലൂറൽ ആണെങ്കിൽ ഹാവ് ബീൻ യൂസ് ചെയ്യുന്നു. ഒപ്പം 2 VIP ഉണ്ട്. ഒന്ന് ഐ പറഞ്ഞാലേ അറിയാലോ സിംഗിൾ ആണ്, പക്ഷെ നമ്മൾ VIP ആയതുകൊണ്ട് ഐ ഹാവ് ബീൻ യൂസ് ചെയ്യുന്നു. യു അതേപോലെ തന്നെ VIP ആണ്, യു ഹാവ് ബീൻ യൂസ് ചെയ്യുന്നു. ഓക്കെ. അടുത്ത ക്വസ്റ്റ്യൻ. ഐ ലിവ് ഇൻ ഉൾസൂർ അറ്റ് ബാംഗ്ലൂർ. ഇവിടെ ഒരു പ്രശ്നമാണ്.
സംഗതിയൊക്കെ മനസ്സിലായിട്ടുണ്ട്. ബാംഗ്ലൂരിലെ ഉൾസൂരിലാണ് ഞാൻ താമസിക്കുന്നത്. പക്ഷെ പറഞ്ഞോട്ട് തെറ്റിപ്പോയി. ഐ ലിവ് ഇൻ ഉൾസൂർ അറ്റ് ബാംഗ്ലൂർ എന്നുള്ളത് തെറ്റാണ്. കൂട്ടത്തിൽ വലുതേതാണോ അതിന് ഇന്ന് കൊടുക്കുക, ചെറുതേതാണോ അറ്റ് കൊടുക്കുക. ഇത് പ്രപ്പോസിഷന്റെ റൂളാണ്. അപ്പൊ ഉൾസൂർ ബാംഗ്ലൂരിലെ ഒരു നഗരം അല്ലെങ്കിൽ ഒരു വില്ലേജ് ആണ്. അപ്പൊ ബാംഗ്ലൂർ അല്ലേ കൂട്ടത്തിൽ വലുത്, അതിനെന്താക്കണം, ഇന്ന് കൊടുക്കണം. അപ്പൊ എങ്ങനെ ഒരു ആൻസർ? ഐ ലിവ് അറ്റ് ഉൾസൂർ ഇൻ ബാംഗ്ലൂർ. തന്നിട്ടുള്ള സെന്റൻസിൽ ഏറ്റവും വലുതാരാണോ അതിന് ഇന്ന് കൊടുക്കുക, ചെറുതേതാണോ ഇട്ട് കൊടുക്കുക. ഉദാഹരണം, ഐ ലീവ് ഡാഷ് കേരള ഡാഷ് ഇന്ത്യ. ഐ ലീവ് ഡാഷ് കേരള ഡാഷ് ഇന്ത്യ. ഇവിടെ എളുപ്പം മനസ്സിലാക്കാം, ഇന്ത്യ ആണല്ലോ ഏറ്റവും വലുത്. അപ്പൊ ഇന്ത്യക്ക് ഇന്ന് കൊടുക്കുന്നു, കേരളത്തിന് അറ്റ് കൊടുക്കുന്നു. ഐ ലീവ് അറ്റ് കേരള ഇൻ ഇന്ത്യ. അങ്ങനെ ക്വസ്റ്റ്യൻ ചോദിക്കൂല. കാരണം അറ്റ് കേരള എന്നുള്ളത് ചോദിക്കൂല. നമുക്ക് എപ്പോഴും ചോദിക്കുക ചെറിയ വില്ലേജും ഒപ്പം ഒരു ടൗണോ തരാ. അപ്പൊ അങ്ങനെ വരുമ്പോ ഇപ്പൊ നിങ്ങൾ പറയാണ് ഐ ലീവ് ഡാഷ് മാനന്തവാടി ഡാഷ് വയനാട് പറഞ്ഞാൽ ഐ ലീവ് അറ്റ് മാനന്തവാടി ഇൻ വയനാട്. ഓക്കെ. അപ്പൊ ചെറുതേതാണോ അതിന് അറ്റ് കൊടുക്കുന്നു, വലുതേതാണോ ഇന്ന് കൊടുക്കുന്നു. റൈറ്റ്. അപ്പോ ഇനി അതിൽ ഡൗട്ട് വേണ്ട. ഇപ്പൊ അങ്ങനെ അറിയിക്കുകയാണെങ്കിൽ തന്നെ നിങ്ങൾക്ക് മണിക്കൂർ നമ്മൾ ഇന്ന് പറയാം, ഇൻ 1 hours, ഇൻ 24 hours എന്ന് പറയാം. സെക്കൻഡ് എന്താ പറയാ, അറ്റ് എന്ന് പറയാം അല്ലെ, ചെറിയ സമയം. ഓക്കെ. അപ്പൊ നമ്മൾ നോക്കാം, അടുത്ത ക്വസ്റ്റ്യൻ നോക്കുകയാണ്. വർക്ക് ഹാർഡ് ലെസ്റ്റ് യു മേ നോട്ട് ഫെയിൽ. എന്താണ് സെന്റൻസ്? എല്ലാം തെറ്റാണല്ലോ. നന്നായി വർക്ക് ചെയ്യണം അല്ലെങ്കിൽ ചിലപ്പോൾ തോൽക്കൂല. തോൽക്കുന്നല്ലേ പറയേണ്ടത്. നന്നായി ഹാർഡ് വർക്ക് ചെയ്ത് അല്ലെങ്കിൽ തോൽക്കും തന്നെ പറയാം. ഇത് തന്നിട്ടുള്ളത് എന്താണ്? വർക്ക് ഹാർഡ് ലെസ്റ്റ് യു മേ നോട്ട് ഫെയിൽ. നിനക്കെന്താ അല്ലെങ്കിൽ ജയിക്കും, നന്നായി പണിയെടുത്ത് അല്ലെങ്കിൽ ജയിക്കും എന്ന് പറയാം. തെറ്റല്ലേ? അപ്പൊ അവിടെ പ്രശ്നം എന്താണ്? മേ നോട്ട് എന്ന് പറഞ്ഞാൽ മേ ഫെയിൽ എന്നാണ് കറക്റ്റ് ആൻസർ. വർക്ക് ഹാർഡ് ലെസ്റ്റ് യു ഷുഡ് ഫെയിൽ ഓർ ലെസ്റ്റ് യു മേ ഫെയിൽ. മേ നോട്ടിന്റെ ആവശ്യമില്ല. അടുത്ത ക്വസ്റ്റ്യൻ, ദ ബോയ് ഈസ് നെയ്തർ ഫൂൾ ഓർ ലേസി. മണ്ടനും അല്ല മടിയനും അല്ല. പക്ഷെ അവിടെ പ്രശ്നം എന്താ വെച്ചാല് തന്നിട്ടുള്ള കോർഡിനേറ്റിംഗ് കൺവെൻഷൻ അതിന് പറയാം. രണ്ട് സെന്റൻസിനെ കൂട്ടിയോജിപ്പിക്കുന്ന ഘടകങ്ങൾക്ക് പറയുന്ന പേരാണ് കോർഡിനേറ്റിംഗ് കൺവെൻഷൻ. ഇവിടെ കോർഡിനേറ്റിംഗ് കൺവെൻഷൻ ആയിട്ടുള്ളത് ആരാ? നെയ്തർ. നെയ്തർ വന്നാൽ നോറാണ്, ഐദർ വന്നാൽ ഓറാണ്. ഓക്കെ. അപ്പൊ ഇതിന്റെ നെയ്തറിന്റെ പങ്കാളി ആരാ? നെയ്തറിന്റെ പങ്കാളി നോറാണ്. അതാണ് വരേണ്ടത്, ഓറല്ല വരേണ്ടത്. ഓർ വരണമെങ്കിൽ ആരാവണം? എയ്തർ ആണ്. എയ്തർ ആണെങ്കിൽ ഓർ, നെയ്തർ ആണെങ്കിൽ നോർ. അങ്ങനെയാണ് കറക്റ്റ്. ഓക്കെ. അപ്പം അതുകൊണ്ടാണ് അവിടെ അത് തെറ്റായി പോയത്. റൈറ്റ്. അപ്പോ നമുക്കിനി ഇതിന്റെ കൂടുതൽ ക്വസ്റ്റ്യൻസ് നോക്കുകയാണ്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. നൗൺസുമായി ബന്ധപ്പെട്ടതാണ്. എന്താ നൗൺ എന്ന് പറഞ്ഞാൽ? നെയിം ഓഫ്, അല്ലെ? നൗൺ എന്ന് പറഞ്ഞാൽ നെയിം ആണ്. നെയിം ഓഫ് എന്താണ്? പേഴ്സൺ, പ്ലേസ് ഓർ തിങ്. ഒരു വ്യക്തിയുടെയോ വസ്തുവിന്റെയോ സ്ഥലത്തിന്റെയോ പേരിനെ കുറിക്കുന്ന വാക്കുകൾക്കാണ് നാമം, നൗൺ എന്ന് പറയുന്നത്. അതിൽ തന്നെ കുറെ നൗണുകളുണ്ട്. കോമൺ നൗണ്, പ്രോപ്പർ നൗണ്, അബ്സ്ട്രാക്ട് നൗണ്, മെറ്റീരിയൽ നൗണ്, കൗണ്ടബിൾ നൗണ്, അൺകൗണ്ടബിൾ നൗൺ. നമ്മൾ ഈ കൗണ്ടബിളോ അൺകൗണ്ടബിൾ ആണ് നമ്മൾ ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കിയത്. ഹെയർ എന്ന് പറഞ്ഞ സാധനം, ഹെയർ എന്നുള്ളത് എന്താണ്? ഒരിക്കലും എണ്ണാൻ പറ്റുമോ? എന്റെ തലയിൽ 10,56,000 മുടി ഉണ്ടെന്ന് പറഞ്ഞാൽ നമുക്ക് എണ്ണി തിട്ടപ്പെടുത്താൻ പറ്റൂല. അത് സമ്മതിച്ച് എന്റെ. അപ്പൊ ഹെയർ എന്ന് പറയുന്നത് ഒരു അൺകൗണ്ടബിൾ ആയിട്ടുണ്ടാവും. ഈ അൺകൗണ്ടബിൾ എണ്ണാൻ പറ്റാത്തത് ദ്രാവക രൂപത്തിലുള്ളത്, പൊടി രൂപത്തിലുള്ളത്, ഒരുപാടുള്ളതൊക്കെയാണ്. അങ്ങനത്തെ വാക്കുകൾ അൺകൗണ്ടബിൾ ആണ്. അതൊരു എണ്ണാൻ പറ്റാത്ത നൗൺസ്. അതിന്റെ കൂടെ യൂസ് ചെയ്യുന്ന വാക്കാണ് മച്ച്, അല്ലെ? ഹൗ മച്ച്. നമ്മളൊരു പഞ്ചസാര പൂക്കുക, നമ്മൾ പറഞ്ഞ എത്ര? 1 കിലോ പഞ്ചസാര. 1 കിലോ പഞ്ചസാര എത്ര അതിന്റെ തരി ഉണ്ടാവും? എണ്ണാൻ പറ്റൂല. അപ്പൊ നമ്മൾ ചോദിക്കും, പിടിയക്കാരൻ ചോദിക്കും, പിടിയക്കാരാ എത്രയായി പഞ്ചസാര? ഹൗ മച്ച് എന്നാ ചോദിക്കുക. ഹൗ മച്ച്. എന്താ ഇതൊക്കെ എന്താ വായിക്കാനൊക്കെ നോക്കുന്നത്? ഹൗ മച്ച് എന്നാണ് ചോദിക്കുക. അപ്പൊ ഹൗ മച്ച് എന്ന് വെച്ചാൽ എന്താ? അൺകൗണ്ടബിൾ ആയിട്ടുള്ള വസ്തുക്കൾക്ക് ഹൗ മച്ച് ചോദിക്കും, അല്ലെ? ഹൗ മച്ച്.
ഈ 1 ലിറ്റർ വെളിച്ചെണ്ണ വാങ്ങി അവിടെ നമുക്ക് ഹൗ മച്ച് ചോദിക്കാം, കാരണം അത് അൺകൗണ്ടബിൾ ആണ്. അതേസമയം ഒരുപാട് എനിക്ക് കുറച്ച് ഫ്രണ്ട്സ് വരുന്നുണ്ട് എന്റെ പരിപാടിക്ക്, കല്യാണത്തിന്. അവിടെ നമ്മൾ ഹൗ മച്ച് എന്ന് ചോദിക്കാൻ പറ്റില്ല, കാരണം ഫ്രണ്ട്സിന് നമുക്ക് എണ്ണാൻ പറ്റൂലേ? 10 ഫ്രണ്ട്സ്, 5 ഫ്രണ്ട്സ്, 6 ഫ്രണ്ട്സ്, 20 ഫ്രണ്ട്സ്, 100 ഫ്രണ്ട്സ് വരെ നമുക്ക് എണ്ണാനാണ്. ഇത് 1000, 10,000 വരെ നമുക്ക് എണ്ണാം. അപ്പൊ ഫ്രണ്ട്സിന് നമുക്ക് എണ്ണാൻ പറ്റുമോ? അപ്പൊ എന്താ പറയാ? ഹൗ മെനി എന്നാണ് ചോദിക്കുക. ഹൗ മെനി. ഓക്കെ. ഇനി എന്റെ ക്ലാസ് കേട്ട ആൾക്കാർക്ക് ഒരു കോഡ് ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഈ അൺകൗണ്ടബിള് യു ഉണ്ട് അല്ലെ? അൺകൗണ്ടബിള് അൺലെഴുത യു ഉണ്ട്. മച്ച് എന്ന് പറയുമ്പോ അവിടെ എന്താണ്? അവിടെ യു ഉണ്ട്. കണ്ടോ? ഇത് രണ്ട് മാച്ചാ. അപ്പൊ അൺകൗണ്ടബിൾ ആണെന്ന് പറയുന്നത് ഇപ്പം തല കുത്തി പറയേണ്ട ആവശ്യമൊന്നുമില്ല അല്ലെ? ഒരു ക്വസ്റ്റ്യൻ കണ്ടാൽ മനസ്സിലാവും അൺകൗണ്ടബിൾ ആണോ, കൗണ്ടബിൾ ആണ്. എണ്ണാൻ പറ്റുന്നുണ്ടോ? അത് മെനിയാണ്. എണ്ണാൻ പറ്റുന്നില്ലേ? അതെന്താണ്? അൺകൗണ്ടബിൾ ആണ്. അൺകൗണ്ടബിൾ ആണെങ്കിൽ മച്ചാണ് യൂസ് ചെയ്യുക. ഇതൊക്കെ പറയുമ്പോൾ എന്ന് തോന്നുന്നു ഒറ്റയ്ക്ക് എന്താണ് സിമ്പിളാണ്. ക്വസ്റ്റ്യൻ കിട്ടുമെന്ന് മനസ്സിലാവും. അടുത്തത് നൗൺസ്. ഈ നൗൺസിൽ വരുന്ന തെറ്റുകൾ നോക്കാം. The sceneries of Shimla are very charming. Sceneries of Shimla. ഷിംലയിലെ എന്താ നയനമനോഹരമായ ദൃശ്യങ്ങൾ വളരെ ഭംഗിയുള്ളതാണ്. സീനറീസ് തെറ്റാണ്. സീനറീസ് എന്ന് പറയുന്ന സീനറി എന്ന് മാത്രമേ പറയുന്നത്. സീനറി ഓഫ് ഷിംല ഇസ് വെരി ചാർമിങ് എന്നാണ് കറക്റ്റ് യൂസേജ്. നമ്മൾ പറയാറുണ്ട് ഈ മീഡിയ, നമ്മൾ പത്രം അല്ലെങ്കിൽ TV ചാനലൊക്കെ ചർച്ചകൾക്ക് ഏറ്റവും കൂടുതൽ തെറ്റുവരുത്തുന്ന വാക്കാണ് ഇൻഫോർമേഷൻസ്. ഇൻഫോർമേഷൻസ് അല്ലെ? എത്ര ആൾക്കാരെ തെറ്റിക്കുന്നത്? ഇൻഫോർമേഷൻസ് എന്നുള്ള തെറ്റായ ഒരു വേർഡാണ്. ഇൻഫോർമേഷൻ എന്നാണ് കറക്റ്റ് വേർഡ്. ഇൻഫോർമേഷൻസ് എന്നുള്ള തെറ്റായ ഇൻഫോർമേഷൻ എന്ന് പറയുമ്പോൾ തന്നെ അത് ഒരുപാട് വിവരങ്ങൾക്കാണ് ഇൻഫോർമേഷൻ എന്ന് പറയാം. അതിന് പിന്നെ എസ് ഇട്ട് കൊടുക്കേണ്ട ആവശ്യമില്ല. ഇൻഫോർമേഷൻസ് എന്നുള്ളത് തെറ്റായ ഒരു യൂസേജ് ആണ് എന്ന് മനസ്സിലാക്കുക. അതുപോലെ ഒന്നാണ് സീനറീസ് എന്ന് പറയുന്നത്. ന്യൂസസ് എന്ന് പറയും. ന്യൂസസ് വാർത്തകൾ വായിക്കുന്നത് ഗോപാലകൃഷ്ണൻ. ന്യൂസസ് ആർ റെഡ് ബൈ ഗോപാലകൃഷ്ണൻ എന്ന് പറയില്ല. ന്യൂസസ് എന്ന് പറയൂല, ന്യൂസ് എന്ന് പറയുള്ളൂ. ന്യൂസ് തന്നെ എന്താണ്? പ്ലൂറലാണ് ന്യൂസ്. ഓക്കെ. അപ്പൊ അതുപോലത്തെ ഒന്നാണ് സീനറീസ് ഓഫ് ഷിംല. തെറ്റാണ്. സീനറി ഓഫ് ഷിംല ഇസ് വെരി ചാർമിങ്. അടുത്തത് സർല ഹാസ് നോ ഇഷ്യൂസ്. നമ്മൾ പൊതുവെ പറഞ്ഞു നോ ഇഷ്യൂസ്. കുഞ്ഞാലിക്കുട്ടി ഏറ്റവും കൂടുതൽ ഉൾപ്പെടുന്ന നോക്കാം. ഇഷ്യൂസ്, നോ ഇഷ്യൂസ്. നമ്മൾ പൊതുവെ ഇഷ്യൂസ് എന്ന് പറയുന്നത് ഒരു ഇഷ്യൂസ് ഇല്ല. നമ്മൾ പൊതുവെ പറയുന്ന പക്ഷെ തെറ്റാ. ഷി ഹാസ് നോ ഇഷ്യൂ എന്നാണ് കറക്റ്റ് യൂസേജ്. സർല ഹാസ് നോ ഇഷ്യൂ. നോ പറയുന്നത് സിംഗിൾ ആണെന്ന് വെച്ചാൽ നോ ഇഷ്യൂ എന്നാണ് കറക്റ്റ് ആൻസർ. അടുത്തത് ഷി ഹാഡ് ഗോൺ ടു ബൈ ഫ്രൂട്ട്സ്. അവിടെ ഒരു തെറ്റുണ്ട്. നമ്മൾ പറയുന്നതാണ് ഫ്രൂട്ട്സ് എന്ന് പറയുന്നു. അത് എന്താണ്? ഫ്രൂട്ട്സ് എന്ന് പറയുമ്പോൾ അത് ഏത് ഫ്രൂട്ട് എന്ന് പറയുന്നില്ല. ഫ്രൂട്ട്സ് പൊതുവെ പറയുന്നത് അത് അൺകൗണ്ടബിൾ ആണ്. അതുകൊണ്ടാണ് ഫ്രൂട്ട് എന്നാണ് യൂസ് ചെയ്യുക. ഫ്രൂട്ട്സ് അല്ല ഫ്രൂട്ട്. അത് എന്താണ് അങ്ങനെയെന്ന് ചോദിച്ചാൽ അത് അങ്ങനെയാണ്. The rule of grammar says that the fruit എന്നാ പറയാ. She had gone to buy fruit. നമ്മൾ എത്രയോ ഷോപ്സിന് ഫ്രൂട്ട്സ് ആൻഡ് വെജിറ്റബിൾസ് എന്ന് കൊടുത്തിട്ടില്ലേ? പീപ്പിൾസ് ഒക്കെ കാണാറില്ല. പീപ്പിൾസ് അല്ലെ? ചില ബസ്സിന്റെ പുറത്തൊക്കെ പീപ്പിൾസ് എന്താണ് ഉദ്ദേശിക്കുന്നത്? ജനത എന്നാണ് അവർ ഉദ്ദേശിക്കുന്നത്. ജനത പീപ്പിൾ മതിയല്ലോ, പിന്നെ പീപ്പിൾസിന്റെ ആവശ്യം. ചില സമയത്ത് പീപ്പിൾസും കാണാറുണ്ട് കേട്ടോ. ദ പീപ്പിൾസ് എന്നുള്ളതും കാണാറുണ്ട്. അപ്പൊ അതൊരു ഡിബേറ്റബിൾ ടോപ്പിക് ആണ്. വിച്ച് വൺ ഇസ് റൈറ്റ്? പീപ്പിൾസ് ആണോ പീപ്പിൾ ആണോ? പീപ്പിൾ എന്ന് പറഞ്ഞാൽ തന്നെ ജനത ആണ്, റൈറ്റ്? അപ്പൊ അത് നമുക്ക് നോക്കാം. ഫ്രൂട്ട്സ്. ഓക്കെ. ഹർ ഹെയർസ് ആർ ജെറ്റ് ബ്ലാക്ക്. നമ്മൾ ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കിയത് എന്റെ ഹെയർസ് ആണ്. ഹർ ഹെയർസ് കാണുമ്പോൾ ഉറപ്പിച്ചത് തെറ്റാണ്. ഹർ ഹെയർ ഈസ് ജെറ്റ് ബ്ലാക്ക്. ഹെയർ ആണ് സാറ് പറഞ്ഞിട്ടുണ്ട്. ഹെയർസ് എന്നത് തെറ്റാണ്. ഹെയർ ആണ് എന്ന് കരുതി അപ്പുറത്തുള്ള ആള് മാറ്റം മറന്നുപോയത് നിങ്ങൾ എന്താ? ഹെയർ ആർ ജെറ്റ് ബ്ലാക്ക് എന്ന് പറഞ്ഞാലും തെറ്റാണ്. ഹെയറിന്റെ കൂടെ ഈസ് ആണ് വരിക, ഹെയർ ആർ വരില്ല.
ഹെയർ അല്ലേ, സിംഗിൾ അല്ലേ ഉള്ളൂ. സിംഗിൾ ആണെങ്കിൽ ഈസ് എന്നാണ് കറക്റ്റ്. ഈസ് അല്ലെങ്കിൽ വാസ് ഒക്കെ പ്രസന്റിലാണ് വരിക അല്ലെ. ഓക്കെ, ഏത് സിംഗിൾ ആയിട്ടാണ് വരിക കേട്ടോ, സിംഗുലർ ആണ്. ഹെയർ എന്നൊക്കെ സിംഗിൾ ആയിട്ടാണ് വരിക. ഹെർ ഹെയർസ് ആർ ജെറ്റ് ബ്ലാക്കിന് പകരം ഹെർ ഹെയർ ഈസ് ജെറ്റ് ബ്ലാക്ക്. ദ മദർ ഫീഡ്സ് ദ പൂവേഴ്സ്. ഒരു കുഴപ്പമില്ല, അമ്മ പാവപ്പെട്ടവർക്ക് ഭക്ഷണം കൊടുക്കും. ദ മദർ ഫീഡ്സ് ദ പൂവേഴ്സ് എന്ന് വേണ്ട, ദ പൂവർ എന്ന് മാത്രം മതി, യൂണിയൻ വേണ്ട. ദ പൂവർ എന്ന് പറയുമ്പോൾ തന്നെ പാവപ്പെട്ടവർ, അൺകൗണ്ടബിൾ ആണ്, പാവപ്പെട്ട ആളുകളെയാണ് ഉദ്ദേശിക്കുന്നത്. ദ പൂവർ എന്നാണ് ഉദ്ദേശിക്കുന്നത്. ദ റിച്ച് എന്ന് പറഞ്ഞാൽ പൈസക്കാർ, ദ പൂവർ എന്ന് പറഞ്ഞാൽ പാവപ്പെട്ടവർ, ദ വൈറ്റ് എന്ന് പറഞ്ഞാൽ സായിപ്പ്. ഓക്കെ, ദ ബ്ലാക്സ് എന്ന് പറഞ്ഞാൽ നിഗേഴ്സ്, ആഫ്രിക്കൻസിനെയാണ് ദ ബ്ലാക്ക് ഉദ്ദേശിക്കുന്നത്. ഓരോ കളേഴ്സ് വരെ നമ്മൾ ആളുകളെ തരംതിരിച്ചിട്ടുണ്ട്, വിച്ച് ഈസ് അഗേൻസ്റ്റ് ദ equality and fraternity of our world, considering discrimination as a what? As a disparity and should be a social evil. അല്ലെ, ഡിസ്ക്രിമിനേഷൻ ഒരു തരത്തിലും നമുക്ക് സപ്പോർട്ട് ചെയ്യാൻ പറ്റാത്തൊരു സംഭവമാണ്. പണ്ടൊക്കെ നമ്മള് മറ്റുള്ള ആള് കളറും തടിയും ആരോഗ്യവും ശരീരം വെച്ച് ഇന്ദ്രൻസിനൊക്കെ എത്രയോ വട്ടം ട്രോൾ ചെയ്തിട്ടുണ്ട്. അന്നൊക്കെ ചിരിച്ചിരുന്ന ആ സിനിമകൾ ഇപ്പൊ കാണുമ്പോൾ നമുക്ക് തോന്നും എന്തിനാ അതൊക്കെ ചിരിച്ചു പറഞ്ഞത്. റൈറ്റ്, ഓക്കെ. The mother feeds the poor. The mother feeds the poor. I told this news to my father. ഞാൻ പറഞ്ഞില്ല, ന്യൂസ് ഒരിക്കലും ന്യൂസ് വേറല്ല. ദീസ് ന്യൂസ് വേണ്ട, ദിസ് ന്യൂസ് മതി. I told these news അല്ല, I told this news, ഈ വാർത്ത, this news to my father. Right? അപ്പൊ I told this news to my father. അടുത്തത്, the fleet were destroyed by the enemy. എന്താണ് ഫ്ലീറ്റ് ഉദ്ദേശിക്കുന്നത്? ഫ്ലീറ്റ് എന്ന് പറഞ്ഞാൽ കപ്പൽ യാത്രക്കാരെയാണ് ഉദ്ദേശിക്കുന്നത്. The fleet, ഫ്ലീറ്റ് എന്ന കാലം, ഫ്ലീറ്റ് എന്ന കപ്പൽ യാത്രക്കാർ. ഒരു എല്ലിട്ടപ്പോഴേക്കും എന്തെല്ലാം അർത്ഥന്മാർ, കാലം അവിടെ കപ്പലവിടെ. ദ ഫ്ലീറ്റ് വേർ എന്ന് പറയില്ല, ദ ഫ്ലീറ്റ് എന്ന് പറയുന്നതും ദ ക്രൂ എന്ന് പറയുന്നതും ദ ടീം എന്ന് പറയുന്നത് ഒക്കെ കളക്റ്റീവ് നൗൺ ആണ്. കളക്റ്റീവ് നൗൺ പഠിക്കാണ്ട് ദ ടീം പഠിക്കാനുണ്ട് അല്ലെ. ടീം എന്ന് പറഞ്ഞാൽ ഗ്രൂപ്പ് ഓഫ് പ്ലെയേഴ്സ് ആണ് അല്ലെ. പാക്ക് കേട്ടില്ലേ, പാക്ക് എന്താ? കുരങ്ങന്മാരല്ല, നായ്ക്കളെ ഗ്രൂപ്പാണ്. നായ്ക്കള്, ഫോക്സ്, ചെന്നായൊക്കെ പാക്ക. അത് കുരങ്ങന്മാരെന്താ പറയാ? കുരങ്ങന്മാർ ട്രൂപ്പ് എന്ന് പറയാം. ട്രൂപ്പ്, ടീം, പാക്ക് എടുക്കുമ്പോൾ പഠിച്ചിട്ടുണ്ട്. അതൊക്കെ കളക്റ്റീവ് നൗൺസ് ആണ്. അതിൽ വരുന്ന ഒരു കളക്റ്റീവ് നൗൺ ആണ് ഫ്ലീറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? കപ്പൽ യാത്രക്കാരെ വിളിക്കുന്നതാണ്. ഫ്ലീറ്റ്, കപ്പൽ, ഗ്രൂപ്പ് ഓഫ് കപ്പൽസ്, ഗ്രൂപ്പ് ഓഫ് ഷിപ്പ് ആണ് ദ ഫ്ലീറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, ദ ഫ്ലീറ്റ് were destroyed എന്നുള്ളത് തെറ്റാണ്. The fleet was destroyed by the enemy. അടുത്തത്, these buildings are made of bricks and stones. അവിടെ നമ്മൾ കേട്ടു അല്ലെ, bricks and stones. എന്താ സാർ പ്രശ്നം? ഇഷ്ടികകളും കല്ലുകളും കൊണ്ടാണ് ഈ ബിൽഡിംഗ് എല്ലാം ഉണ്ടാക്കിയിട്ടുള്ളത്. ഒരു തെറ്റില്ല മോനെ, പക്ഷെ ഗ്രാമറ്റിക്കലി അത് തെറ്റാണ്. These buildings are made of brick and stone എന്ന് മാത്രം പറഞ്ഞാൽ മതി. കാരണം ആ ബിൽഡിങ്ങിൽ യൂസ് ചെയ്തിട്ടുള്ള ബ്രിക്കും സ്റ്റോണും ഒക്കെ അൺകൗണ്ടബിൾ ആയിട്ട് നമുക്ക് പറയാൻ പറ്റുള്ളൂ. ബ്രിക്കും സ്റ്റോണും മാത്രം മതി, ബ്രിക്സ് ആൻഡ് സ്റ്റോൺസ് എന്ന് കണ്ടോ. പ്രത്യക്ഷത്തിൽ നമുക്ക് തോന്നും എന്താ പ്രശ്നം, ഇതൊരു കുഴപ്പമില്ല, PSCക്ക് എന്താ വട്ടാലോ ഇത്തരം ക്വസ്റ്റ്യനൊക്കെ ചോദിക്കുന്നത്. പക്ഷേ PSCക്ക് വട്ടം ഒരിക്കലാവില്ല, എന്നൊക്കെ വട്ടാവുള്ളൂ. അപ്പൊ ഇത് അറിയാത്ത ആൾക്കാർക്ക് എന്താവും, ഇതിന്റെ ആൻസർ ഒന്നും കിട്ടൂല. അപ്പോ ദീസ് ബിൽഡിങ്സ് ആർ മേഡ് ഓഫ് ബ്രിക്ക് ആൻഡ് സ്റ്റോൺ എന്നാക്കി മാറ്റുക. അടുത്ത ക്വസ്റ്റ്യൻ ആണ്, ഐ ഹാവ് നോ മോർ ബ്രെഡ്സ് ടു ഗീവ് ദ ബെഗേഴ്സ്. അല്ലെ, ബെഗേഴ്സ് എന്ന് പറയുമ്പോൾ ഫസ്റ്റ് നമുക്ക് ആലേക്ക് ഓർമ്മ വരുന്നൊരു ഒരു ഡയലോഗ് ഉണ്ട്, വി ആർ നോട്ട് ബെഗേഴ്സ്, വി ആർ നോട്ട് ട്രോളിപ്പുള്ളേഴ്സ്. അല്ലെ, ആ ബെഗേഴ്സ് എന്ന് പറയുന്നത് ഓക്കെ, ബെഗേഴ്സ് റൈറ്റ്, ദ ബെഗേഴ്സ് എന്ന് പറയുന്നു. പക്ഷേ ബ്രെഡ്സ് എന്ന് പറയേണ്ട ആവശ്യമില്ല. I have no more bread to give to the beggars. അവിടെ ബ്രെഡ് ഉദ്ദേശിക്കുന്ന ഭക്ഷണമാണ്. I have no more bread to give to the beggars.
Right. I'll go to the town on feet. Hi, ഞാൻ ടൗണിലേക്ക് നടന്നു പോയിക്കോളാം അല്ലെ, നടന്നു പോയിക്കോളാം. നമ്മളെന്താ പറയാ, ഓൺ ഫീറ്റ് തെറ്റി, ഓൺ ഫുട്ട് അതാണ് കറക്റ്റ്. ഓൺ ഫുട്ട് ആണ് ദ റൈറ്റ് യൂസേജ് ഓഫ് ഇംഗ്ലീഷ്. എസ്, I'll go to the town on foot. ഫൂട്ട് വെയർ എന്നാ പറഞ്ഞു അല്ലെ, നമ്മള് ഫ്ലൂട്ട് വെയർ അല്ല വാങ്ങുക, ഫീറ്റ് വെയർ അല്ലല്ലോ വാങ്ങുക. ഫുട്ബോൾ ആണ്, കാൽപന്ത് കളി, ഫുട്ബോൾ. കാല് ഉദ്ദേശിക്കുന്നത് ഫൂട്ടാണ് അല്ലെ, ചെരുപ്പ് അല്ലെങ്കിൽ കാൽ, എന്താ പറയാ, പാദരക്ഷ ആണ്. പാദരക്ഷയാണ് ഫൂട്ട് വെയർ. പാദം അതിനൊക്കെ ഫ്ലൂട്ട് ആലോചിച്ചാൽ മതി, നമ്മൾ ഒരുപാട് ആലോചിക്കുന്നു വേണ്ട. അപ്പം I'll go to the town on foot. ഓക്കെ, മറ്റേത് ഫീറ്റ്, സിംഗുലർ ഫീറ്റാ, ഫുട്ബോൾ, കാൽപന്ത് കളി. രണ്ട് കാലം യൂസ് ചെയ്യും. റൈറ്റ്, ഫുട്ട്. I'll go to the town on foot. ഇനി ഈ ഫുട്ട് ഉദ്ദേശിക്കുന്നത് കാലുകൾ മാത്രമല്ല, നടക്കുക, വാക്കിംഗ് ആണ് ഉദ്ദേശിക്കുന്നത്. അപ്പൊ ഞാൻ എങ്ങനെയാണ് നിങ്ങൾ സ്കൂളിൽ പോകുന്നത്, എങ്ങനെയാണ് നിങ്ങൾ ഓഫീസിൽ പോകുന്നത്? നടന്നു പോകുന്ന ആളെ ഐ ആം ഗോയിങ് ടു ദ ഓഫീസ് ബൈ വാക്കിംഗ് എന്ന് പറയുന്ന കുറെ മണ്ടന്മാരുണ്ട്. ബൈ വാക്കിംഗ് എന്നൊരു ടേം ഇംഗ്ലീഷിൽ ഇല്ല. കാൽനടയായി ഉദ്ദേശിക്കുന്നതിന് ഒരിക്കലും ബൈ വാക്കിംഗ് എന്ന് തെറ്റാണ്. ബൈ ഫുട്ട് എന്നാണ് പറയുന്നത്. ഐ ഗോ ടു ദ ഓഫീസ് ബൈ ഫുട്ട്, ഐ ഗോ ടു ദ സ്കൂൾ ബൈ ഫുട്ട്. ബൈ ഫുട്ട് എന്ന് പറഞ്ഞാൽ നടന്നുകൊണ്ടെന്നാണ് അർത്ഥം. ഓക്കെ, ബൈ വാക്കിംഗ് എന്ന് പറയണ്ട. I'll go to the town on foot. All her furnitures have been sold. Wow. കടം കയറിയപ്പോൾ എല്ലാ ഫർണിച്ചറുകളും വിറ്റു, തെറ്റിപ്പോയി. ഫർണിച്ചറുകൾ എന്ന് പറയേണ്ട, ഫർണിച്ചർ എന്ന് പറഞ്ഞാൽ മതി. ഫർണിച്ചേഴ്സ് തെറ്റാണ്, ഫർണിച്ചർ is the right answer. All her furniture has been sold. ഫർണിച്ചർ. ഓക്കെ, ചില പ്ലൂറൽ നമ്മൾ ഇൻഫോർമേഷൻസ് പറഞ്ഞ കാറ്റഗറി ഉണ്ട്. ഫർണിച്ചർ എന്ന് മാത്രം പറഞ്ഞാൽ മതി, ഫർണിച്ചേഴ്സ് തെറ്റാണ്. ഇതൊക്കെ ചോദിച്ച ക്വസ്റ്റ്യൻസ് ആണ് കേട്ടോ. 11ാമത്തെ ക്വസ്റ്റ്യൻ ഒന്നും വിട്ട് കളയണ്ട, ഇതൊക്കെ ചോദിച്ച ക്വസ്റ്റ്യൻ ആണ്. 11. അടുത്തതാണ് സെയിം, അതേപോലെ തന്നെ. The machineries are not functioning properly. Machineries തെറ്റാണ്, machinery മതി. The machinery is not functioning properly. I have, കണ്ടോ ഇവിടെ എന്താണ് തെറ്റ് എന്ന് പറഞ്ഞേ? I have many works to do. ഒരു കുഴപ്പമില്ല അല്ലെ, നമ്മൾ പൊതുവെ പറഞ്ഞല്ലോ, ഭയങ്കര ബിസിയാണ്, ഒരുപാട് പണിയാണ് തീർക്കാൻ, ഒരുപാട് മെനി വർക്ക്, പണി. കറക്റ്റ്, ഒരു കുഴപ്പമില്ല. അവിടെ പ്രശ്നം എന്താ, തന്നെന്താ? ഐ ഹാവ് മെനി ഫ്രണ്ട്സ് എന്നല്ല പറഞ്ഞത്, വർക്ക്സ്. വർക്ക് എന്നുള്ളത് എന്താ, നമുക്ക് എണ്ണാൻ പറ്റുന്ന ഒരു കാര്യമല്ല, അൺകൗണ്ടബിൾ ആണ്. നിങ്ങൾ ഉദ്ദേശിച്ചത് എണ്ണാൻ പറ്റുന്ന ജോലിയൊക്കെ എണ്ണുന്നത്. ജോലി എന്താ? ചെടി നനക്കണം, പിന്നെ മുറ്റടിച്ചു കയറണം, വെള്ളം കോരണം, ചോറ് കൂട്ടണം, വെക്കണം, അതൊക്കെ എണ്ണ, ഓരോ ജോലി എണ്ണണം. പക്ഷെ ജോലി എന്ന് പറയുന്ന സാധനത്തെ നമുക്ക് എണ്ണാൻ പറ്റില്ല. ദ വർക്ക് അതിനെ നമുക്ക് എണ്ണാൻ പറ്റില്ല. അതുകൊണ്ടാണ് അത് അൺകൗണ്ടബിൾ ആവുന്നതും. ഓക്കെ, അപ്പൊ എന്താണ്? ഐ ഹാവ് മച്ച് വർക്ക് ടു ഡു എന്നാണ് പറയാ. ഐ ഹാവ് മെനി വർക്ക്സ് എന്ന് പറയാം. ഐ ഹാവ് മച്ച് വർക്ക് ടു ഡു അൺകൗണ്ടബിൾ ആണ്, എണ്ണാൻ പറ്റില്ല. വർക്ക് എന്നത് എണ്ണാൻ പറ്റൂല. ഓക്കെ, then അടുത്ത് നോക്കാം. ഐ ഹാവ് മച്ച് വർക്ക് ടു ഡു. അടുത്തത് ഓക്കെ, ഇവിടെ അഡ്വൈസ്, മിസ്ചീഫ്, അബ്യൂസ്. ഓക്കെ, ആൽഫബറ്റ് ഓ സിംഗുലർ എന്ന് പ്രയോഗിക്കില്ല. ഓക്കെ, അവിടെ എന്തോ സംഭവമുണ്ട്. യെസ്, അവിടെ ഇത്രയുള്ള സംഭവം സിംഗുലർ ആയിട്ട് യൂസ് ചെയ്യുക. അഡ്വൈസ്, he gave me advice എന്ന് പറയില്ല. he gave me a piece of advice. a piece of advice എന്നാണ് അതിന്റെ കറക്റ്റ് യൂസേജ്. അല്ലെ, ടീച്ചർ ഗേവ് us many advices. ടീച്ചേഴ്സ് ഒരുപാട് ഉപദേശങ്ങൾ നൽകി. അവിടെ മെനി ആണ് പറയുന്നത്. ഉപദേശം ഒരിക്കലും നമുക്ക് കൗണ്ടബിൾ അല്ല. പക്ഷെ എങ്ങനെ പറയും? ടീച്ചർ ഗേവ് us many pieces of advice. ഓക്കെ, പീസസ് ഓഫ് അഡ്വൈസ് ആണ് പൊതുവെ പറയാ. അഡ്വൈസിന്റെ കൂടെ എപ്പോഴും പീസസ് ചേർക്കുക. നമ്മൾ മറ്റേ ഇത് പറഞ്ഞില്ല, എന്തെങ്കിലും പേര് അവൈൽഡ് പറഞ്ഞത് മൈസൂർ ചേർത്തതുപോലെ അഡ്വൈസ് വരുമ്പോൾ പീസസ് ഓഫ് അഡ്വൈസ് എന്ന് ചേർക്കുക. അടുത്തത് മിസ്ചീഫ് ആണ്. മിസ്ചീഫിന്റെ കൂടെ എന്താ വരിക? ആക്ട് ആണ് വരിക. ആക്ട്. മിസ്ചീഫ് എന്നാൽ എന്താ? വികൃതിയാണ്. My younger brother did many mischiefs that day.
My younger brother did many acts of mischief. Many acts of mischief. അങ്ങനെ പെട്ടെന്ന് ചിന്തിക്കേണ്ട. ഈ ക്വസ്റ്റ്യൻസ് ഇങ്ങനെ വരും. മിസ്ചീഫ് ആണെങ്കിൽ ആക്ട്, പിന്നെ അഡ്വൈസ് ആണെങ്കിൽ പീസസ് ഓഫ് അഡ്വൈസ് എന്നറിയാം. ഓക്കെ, അടുത്തത് ദ ബോയ്സ് വേർ ഷൗട്ടിങ് അബ്യൂസേഴ്സ്. ആൺകുട്ടികൾ ഭയങ്കര പൂരത്തെറിയായിരുന്നു. അപ്പൊ അബ്യൂസസ് എന്നതിന് പകരം എന്താണ്? വേർഡ്സ് ഓഫ് അബ്യൂസസ്, അല്ലെ? അബ്യൂസ് വാക്കുകളാണ് വേർഡ്സ് ഓഫ് അബ്യൂസസ്. അടുത്തത് ഐ ഹാവ് ലേൺഡ് ദ ആൽഫബറ്റ്സ് പറ്റി ഐ ഹാവ് ലേൺഡ് ദ ലെറ്റേഴ്സ് ഓഫ് ദ ആൽഫബറ്റ് എന്നാണ് കറക്റ്റ്. ഇംഗ്ലീഷിൽ എത്ര ആൽഫബറ്റ് ഉണ്ടെന്ന് ചോദിച്ചാൽ എല്ലാവരും ചാടിക്കറി 26 എന്ന് പറയും. പക്ഷെ ഇംഗ്ലീഷിലാകെ ഒരു ആൽഫബറ്റ് ഉള്ളൂ, 26 ലെറ്റേഴ്സ് ആണ്. അപ്പം ഇംഗ്ലീഷ് ഹാസ് 26 letters of the alphabet. അതാണ് കറക്റ്റ് ആൻസർ. ലെറ്റേഴ്സ് ഓഫ് ദ ആൽഫബറ്റ്. ഈ ക്വസ്റ്റ്യൻ എല്ലാവർക്കും ചോദിക്കാൻ പറ്റുന്ന ക്വസ്റ്റ്യനാണ്. എത്ര ഇംഗ്ലീഷ് എത്ര ആൽഫബറ്റ്സ് ഉണ്ട്? അത്ര അപ്പൊ തന്നെ ചാടി 26. ചില മണ്ടന്മാര് അതിബുദ്ധിമാര് ചെയ്യും 7 PNG LISH അതിന് 7 ആണല്ലോ എന്നിട്ട് ഭയങ്കര ബുദ്ധി ആളുകൾ. അതല്ല ഉത്തരം. ഓക്കെ, ആൽഫബറ്റ് അല്ല, ലെറ്റേഴ്സ് ഓഫ് ആൽഫബറ്റ് എന്നാണ് കറക്റ്റ്. അക്ഷരമാലയാണ് ആൽഫബറ്റ് പ്രശ്നം. ഐ ഹാവ് എ 5 rupees നോട്ട്. 5 റുപ്യ നോട്ട് എടുത്തു. ഐ ഹാവ് എ 5 rupees വേണ്ട, 5 rupee നോട്ടാണ് കറക്റ്റ് ആൻസർ. ഐ ഹാവ് എ 5 rupee നോട്ട്. വി ബോട്ട് 2 dozens ഓഫ് പെൻസിൽ. ഡസൻസ് വേണ്ട, 2 dozen. ഡസൻ തന്നെ എത്രയാ? 12. 2 dozen എന്ന് 24. 2 dozen pencils. He ran in a 2 miles race. അവിടെ മൈൽസ് വേണ്ട, മൈൽ എന്ന് മാത്രം മതി. He ran in a 2 mile race. 2 മൈൽ റേസിന്റെ പങ്കെടുത്തു. ഓക്കെ, അപ്പൊ 1 മൈൽ നിന്ന് എത്ര കിലോമീറ്റർ മാത്സ് ആട്ടോ കണ്ടുപിടിക്കുക. 1 മൈൽ നിന്ന് എത്ര കിലോമീറ്റർ ആണെന്ന് ചോദിക്കുന്നത്. ആബിദ is a 10 years old girl. ആബിദ is a 10 year എന്ന് മതി. 10 years ഒന്നും വേണ്ട. 10 years വേണ്ട, 10 year old girl. 10 years വേണ്ട, 10 year old girl. Okay, I'm 10 year old. I'm 30 year old. It's a 3 feet rule. അവിടെ വീണ്ടും ഫീറ്റ് കണ്ടാത്ത ഫൂട്ട് ആക്കിക്കോളെ. It's a 3 foot rule എന്നാണ് കറക്റ്റ്. ഫീറ്റ് അല്ല. ഓക്കെ, also printing errors ഉണ്ട്, മൈൻഡ് ചെയ്യണ്ട. ഓക്കെ, അടുത്തത് I had gone to buy vegetable. I had gone to buy vegetables. Okay, fruits എന്താക്കുക? ഫ്രൂട്ട് ആക്കുക. വെജിറ്റബിൾസ് എന്താക്കുക? വെജിറ്റബിൾസ് ആക്കുക. Okay, the road is closed for repair എന്താക്കുക? repairs ആക്കുക. repairs. The road is അറവക്കുറവ് പണികൾക്ക് വേണ്ടി റോഡ് അടച്ചിരിക്കുന്നു, അല്ലെ? അറവക്കുറവ് എന്താണ്? അറ്റകുറ്റപ്പണി, അല്ലെ? അറവക്കുറവ് പണിക്ക് വേണ്ടി റോഡുകൾ അടച്ചിട്ടിരിക്കുന്നു, റോഡ് അടച്ചിട്ടിരിക്കുന്നു. അപ്പൊ അറ്റകുറ്റപ്പണികളാണ്. അപ്പൊ പണികൾ repairs. The road is closed for repairs. The judge passed order for his release. Judge passed orders for his release. Order അല്ല, orders. Orders for his release. വെറുതെ ഇട്ടതായി അറിയിക്കുന്നു. ഓക്കെ, അപ്പൊ നമുക്ക് ഈ നൗണുകൾ തീർത്തിട്ട് പ്രോണൗൺസ്, പിന്നെ പ്രോണൗൺസ്, അതുപോലെ അഡ്ജക്റ്റീവ്സ്, വേർബ്സ്, അഡ്വേർബ്സിലെ തെറ്റുകൾ, കൺജങ്ഷനിലെ തെറ്റുകൾ, പ്രപ്പോസിഷനിലെ തെറ്റുകൾ ഇത് നമുക്ക് അടുത്ത ക്ലാസ്സിൽ തീർക്കാം. ഓക്കെ, ആർട്ടിക്കിൾസും വരും. അപ്പൊ ഇത്രയും ക്വസ്റ്റ്യൻസ് നമ്മൾ ചെയ്യുമ്പോൾ ഇതെല്ലാം ഗ്രാമർ ടെക്സ്റ്റ് ചെയ്തിട്ട് പോകണോ? അപ്പൊ ഗ്രാമർ സൈഡിൽ കൂടെ പഠിച്ചിങ്ങനെ പോര്. അപ്പൊ നമുക്ക് ഒന്നുകൂടെ ഇൻട്രസ്റ്റിംഗ് ആവും. എന്നിട്ട് ഇതൊക്കെ പഠിച്ചിട്ട് ഗ്രാമർ പഠിക്കാന്ന് വെച്ചാൽ അതിന് സമയം ഉണ്ടാവില്ല. ഓക്കെ, അപ്പോ നമ്മളിത് ഫിനിഷ് ചെയ്യാം. യെസ്, ഇവിടെ അല്ലേ നമ്മൾ നിർത്തി? ഓക്കെ, അടുത്തത് വെരി ഫ്യൂ പീപ്പിൾസ് തെറ്റി, അല്ലെ? ആലോചിക്കുന്നില്ല. പീപ്പിൾസ് ആണത് ഉറപ്പിച്ച പീപ്പിൾ ആണ് കറക്റ്റ്. പിന്നെ ആർ ഹാർഡ് വർക്കിംഗ്,
ഈ സ്പെക്ടക്കിൾ ഇസ് വെരി എക്സ്പെൻസീവ്. തെറ്റിപ്പോയി, സ്പെക്ടക്കിൾ അല്ല സ്പെക്ടക്കിൾസ് എന്നാണ് ശരിയായ ആൻസർ. സ്പെക്ടക്കിൾ എന്ന് പറഞ്ഞാൽ ഓഡിയൻസ് എന്നർത്ഥം. സ്പെക്ടക്കിൾ എന്ന് പറഞ്ഞാൽ ഓഡിയൻസ് ആണ്. സ്പെക്ടക്കിൾസ് എന്ന മാത്രമാണ് കണ്ണട. കണ്ണടകൾ വേണം. ഈ സ്പെക്ടക്കിൾസ് ആർ വെരി എക്സ്പെൻസീവ്. സ്പെക്ടക്കിൾസ് ഒരിക്കലും നമ്മൾ കണ്ണടകൾ എന്നുള്ള കണ്ണടകൾ വേണം എന്ന് ആലോചിച്ചാൽ മതി. കണ്ണടകൾ ആറാണ്, പ്ലൂറലാണ്. സ്പെക്ടക്കിൾസ് ആർ വെരി എക്സ്പെൻസീവ്. കണ്ണട എന്നല്ല, കണ്ണടകൾ വേണം എന്നാണ് പറഞ്ഞത്. റൈറ്റ്. സിസർ ഇസ് ബ്ലണ്ട്. തെറ്റി. സിസർ എന്നുള്ളത് എന്താണ്? സിസേഴ്സ് എന്നാണ് പറയുന്നത്. സിസേഴ്സ് ആർ ബ്ലണ്ട്. പെയറായിട്ടാ പറയാ. കത്രികയിലെ ഓരോ ബ്ലേഡുകളും പെയറായിട്ടാ പറയാ. അപ്പൊ 2 ബ്ലേഡിലുള്ള കത്രികകളും എന്താണ്? ഗ്രൂപ്പാണ്. എന്താ പറയാ? പെയറാണ്. സിസേഴ്സ് ആർ ബ്ലണ്ട്. യുവർ ട്രൗസർ ഇസ് നോട്ട് ലൂസ്. ട്രൗസർ ലൂസ് അല്ലല്ലോ. ട്രൗസർ എന്നുള്ള തെറ്റാണ്. ട്രൗസേഴ്സ് എന്നാണ് കറക്റ്റ് യൂസേജ്. ട്രൗസേഴ്സ് എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഉദ്ദേശിച്ച ട്രൗസർ അല്ല. കറക്റ്റ് ആൻസർ എന്ന് പറഞ്ഞാൽ പാന്റ്. നമ്മൾ ഈ പാന്റിനാണ് ട്രൗസർ എന്ന് പറയാം. അപ്പൊ ട്രൗസറിന് എന്താ സാറേ പറയാ? ട്രൗസർ എന്ന് പറയുന്നത് നിക്കർ. നിക്കറാണ് കറക്റ്റ്. നിക്കർ എന്നാൽ അര വരെയുള്ള ട്രൗസർ, മുട്ട് വരെയുള്ളത്. അര വരെയുള്ള വസ്ത്രം. ട്രൗസർ എന്ന് പറഞ്ഞാൽ പാന്റാണ്. പാന്റ് പറയുന്ന മറ്റൊരു പേരാണ് ട്രൗസേഴ്സ്. ഓക്കെ, യുവർ ട്രൗസേഴ്സ് ആർ നോട്ട് ലൂസ് എന്നാണ് കറക്റ്റ് ആൻസർ. ദ ഹിമാലയ ഇസ് ദ ഹയസ്റ്റ് മൗണ്ടെയിൻ. ദ ഹിമാലയ എന്നല്ല, ഹിമാലയാസ് എന്നാണ് പറയുക. ഹിമാലയ എന്ന് പറയുന്നത് ഈ ഒരു ക്വസ്റ്റ്യൻ റിപ്പീറ്റഡ് ആട്ടോ. കഴിഞ്ഞ ഒരു PSC ചോദിച്ച ക്വസ്റ്റ്യൻ ആണ്. ദ ഹിമാലയ ഈസ് ദ ഹിമാലയ എന്ന് പറയുന്നത് ഒരിക്കലും ഒരു മല അല്ല. ഒരു മല ഹയസ്റ്റ് മൗണ്ടൻ എന്ന് പറയുന്നത് ഹയസ്റ്റ് എന്ന് പറയുന്നത്. ഹയസ്റ്റ് എന്ന് പറഞ്ഞ ഒന്നല്ലേ. അപ്പൊ നമ്മൾ ഈ മൗണ്ട് എവറസ്റ്റ് പറയുന്ന പോലെ ഒരു മൗണ്ട് അല്ല, ഒരു മൗണ്ടൻ അല്ലത്, ഒരു മല അല്ലത്. അതൊരു ലൈനാണ്, ഒരു എന്താ പറയാ മലനിരകളാണ്. അപ്പൊ അത് ഹിമാലയ എന്നുള്ളത്. ഹിമാലയാസ്. ഹിമാലയാസ് ആർ ദ ഹൈസ്റ്റ് മൗണ്ടെയിൻസ്. അതിൽ ഏറ്റവും വലുതാണ് ആര്? മൗണ്ട് എവറസ്റ്റ്. 8748 മീറ്റർ ആണ് അതിന്റെ ഹൈറ്റ്. അതൊക്കെ ചോദിച്ചിട്ടുണ്ട് കേട്ടോ. ഹിമാലയ ചോദിച്ചിട്ടുണ്ട്, K2 ചോദിച്ചിട്ടുണ്ട്. K2ന്റെ ഹൈറ്റ്, പിന്നെ അതിന്റെ താഴെ ആകെ വരുന്നത് ഏതൊക്കെ വരുന്നത് ഒക്കെ നോക്കി വെച്ച് പറയാൻ മതി. ദ ഫിഷർമാൻ catches many fishes in the pond. അല്ലെ, മീൻപിടുത്തക്കാരൻ catches many fishes in the pond. Fisherman catches many fish in the pond. മതി. ഫിഷസ് വേണ്ട, പ്ലൂറൽ വേണ്ട. ഫിഷസ് വേണ്ട. ഫിഷ്, മെനി ഫിഷ്. മെനി ചേർക്കുന്നുണ്ടല്ലോ, പോണ്ട് ഫിഷസിന്റെ ആവശ്യമില്ല. മെനി ഫിഷ് ഇൻ ദ പോണ്ട്. I saw many sheep and deers in the jungle. I saw many sheep and deer in the jungle. Correct usage. The cattle are returning to the village. Cattle is one of the cattle. The cattle. The cattle is returning to the village. The gentry of the town has been invited. The gentry of the town have been invited. This is not my copy. എന്റെ കോപ്പി അല്ല. അത് ഞങ്ങൾ പറയുന്നത് കോപ്പി കിട്ടുന്നോ? 2 വരെ കോപ്പി, 4 വരെ കോപ്പി. This is not my copy എന്നല്ല, കോപ്പി ബുക്ക് എന്നാണ് പറയാ. Bring some blotting from the office. Blotting paper എന്നുള്ളത് മുമ്പ് പറഞ്ഞതാണ്, റിപ്പീറ്റ് ആണ്. She lives in the boarding. She lives in the boarding house. Please put your sign here. ഒരു കുഴപ്പമില്ലല്ലോ, സെന്റൻസ് കറക്റ്റ് ആണല്ലോ. സൈൻ അല്ലേ? സൈൻ അല്ല, സിഗ്നേച്ചർ ആണ് കറക്റ്റ്. Please put your signature here. Your servant is a coward boy. വേലക്കാരനൊരു പേടിത്തൊന്നാണല്ലോ. coward boy എന്ന് പറയണ്ട, coward എന്ന് പറഞ്ഞാൽ മതി. Your servant is a coward എന്ന് പറഞ്ഞാൽ മതി. She is my cousin എന്നാണ് കറക്റ്റ്. She is my cousin sister. കസിൻ ബ്രദർ എന്നൊക്കെയാണ് കുറെ ആളുകൾ പറയുന്നത്. എന്റെ കസിൻ സിസ്റ്റർ ആണ്, കസിൻ ബ്രദർ ആണ്. തെറ്റായ യൂസേജ് ആണ്. കസിൻ എന്ന് മാത്രം പറഞ്ഞാൽ മതി. കസിൻ എന്ന് പറഞ്ഞാല് നിങ്ങളെ ആങ്ങളുടെയോ പെങ്ങളുടെയോ മക്കളൊക്കെ, ആങ്ങളെ പെങ്ങളെ മക്കളൊക്കെയാണ് ഇത് ഉപ്പാൻ കേട്ടോ. പാരന്റ്സിന്റെ എന്താ പറയാ മുത്താക്കളാത്ത മക്കളൊക്കെ കസിന്. അതിന് കസിൻ സിസ്റ്റർ എന്നോ കസിൻ ബ്രദർ എന്നോ പറയേണ്ട ആവശ്യമില്ല. ഓക്കെ, ഹിസ് മൈ കസിൻ. നോക്കേണ്ട പ്രോണൗണ്, അഡ്ജക്റ്റീവ്, വേർബ്, അഡ്വേർബ്, ആർട്ടിക്കിൾസ് ആണ്. അതൊന്നും നാളത്തെ ക്ലാസ്സിൽ എടുക്കാം.
അപ്പം ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് വർക്ക്ഔട്ട് ചെയ്യുക, പ്രീവിയസ് ക്വസ്റ്റ്യൻസ് വർക്ക്ഔട്ട് ചെയ്യുക. അതിൽ തന്നെ ധാരാളം ഇത്തരം ക്വസ്റ്റ്യൻസ് കാണാൻ പറ്റും. ഓക്കെ, മറ്റൊരു ക്ലാസ് നാളെ, എനിക്ക് അടുത്ത ക്ലാസ് എന്നാണ് അന്ന് കാണാം. ഓക്കെ, താങ്ക് യു ഓൾ ഓഫ് യു. നമ്മൾ നോക്കിയത് ഉദ്ദേശം ഒന്നുകൂടെ നോക്കിയാൽ മതി. നോട്ട്സ് അയച്ചു തരും കേട്ടോ. നമ്മൾ നോക്കിയത് വേർഡ്സ് ആണ്, നോക്കിയത് വേർഡ്സും നൗൺസും ആണ് നമ്മൾ. നൗണിന് പകരം യൂസ് ചെയ്യുന്ന നൗൺസ് അല്ലെ, അതാണ് പ്രോനൗൺസ്. നമുക്കറിയാം അതെന്താന്നുള്ളത്. ഇപ്പോ ഒരു ആണാണെങ്കിൽ ഹി യൂസ് ചെയ്യുന്നു, സ്ത്രീ ആണെങ്കിൽ ഷീ യൂസ് ചെയ്യുന്നു, വസ്തുവാണെങ്കിൽ ഇറ്റ് യൂസ് ചെയ്യുന്നു, ഗ്രൂപ്പ് ആണെങ്കിൽ നമ്മൾ ആണെങ്കിൽ ഹി, അവരാണെങ്കിൽ ദേ, അല്ലെ, ഞാനാണെങ്കിൽ ഐ, നിങ്ങളാണെങ്കിൽ യു. ഇതാണ് പ്രോനൗൺ എന്ന് പറയാം, നൗണിന് പകരം ഉപയോഗിക്കുന്നത് എന്നർത്ഥം. പ്രോനൗൺ. അതിൽ യൂസ് ചെയ്യുന്ന തെറ്റുകൾ എന്തൊക്കെയാണെന്നാണ് നോക്കുന്നത്. നമ്മൾ അടുത്ത ക്ലാസ്സിൽ നോക്കാം. അപ്പോൾ see you around tomorrow or maybe in the next class.